ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? അടുത്തിടെയായി ചെയ്ത ഷോർട്ട് വീഡിയോയുടെ തന്നെ ഫുൾ വീഡിയോ ആണിത്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാൻ. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുങ്കാട്ടിലൂടെ ഓടുന്ന ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവൾ ഒറ്റയ്ക്കല്ല അവിടേക്ക് വന്നത്. അവളുടെ ബോയ് ഫ്രണ്ട്, അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനും അവളുടെ സഹോദരിയും ഒപ്പം ഉണ്ടായിരുന്നു. അവരിരുവരുടെയും പേര് വിളിച്ചുകൊണ്ടാണ് അവൾ ഓടുന്നത്. അവരെവിടെയാണെന്ന് അവൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതുമില്ല. ഒരു കുഴിയിലേക്ക് അവൾ വീഴുന്നുമുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു കുഴിയാണെങ്കിലും അകത്ത് അതൊരു അമ്പലമായിരുന്നു. ഈ അമ്പലം അന്വേഷിച്ചു തന്നെയാണ് ഹീറോയിനും അവളുടെ ബോയ് ഫ്രണ്ടും പിന്നെ സഹോദരിയും അവിടെ എത്തിയത്. അവളുടെ മുത്തശ്ശിക്ക് തീരെ സുഖമില്ലാതെ കിടപ്പിലാണ്. ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് സുഖപ്പെടുമെന്ന് കരുതിയിട്ടാണ് അവളും കൂട്ടരും ഇവിടേക്ക് വന്നത്. ഈ സമയമാണ് അവിടെ യാദൃശികമായ ഒരു ചിത്രം അവളുടെ കണ്ണിൽ പെടുന്നത്. 8 സർപ്പത്തലയുള്ള ഡീമന്റെ ചിത്രമായിരുന്നു അത്. ആ ചിത്രത്തിലുള്ള യുവാവിനെ ഇതിനു മുമ്പ് എവിടെയോ കണ്ടതുപോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, താൻ സ്വപ്നത്തിലും ഈ ചിത്രം കണ്ടിരുന്നു എന്ന് കരുതിക്കൊണ്ട് തന്നെ ആകാംക്ഷയിൽ അവൾ ആ ചിത്രത്തിൽ തൊടുന്നു. എന്നാൽ ഒരു ഭയാനകമായ ശക്തി അവളെ അവിടെ നിന്ന് തട്ടിത്തെറിപ്പിക്കുകയും അതോടൊപ്പം അവളുടെ കയ്യിൽ ഒരു മാർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ചിത്രത്തിലുണ്ടായിരുന്ന വ്യക്തി ഇതിനോടകം തന്നെ അവിടെ നിന്ന് അപ്രതീക്ഷിതമായി വെളിയിലേക്ക് എത്തുന്നു. ഹീറോയിൻ ഈ സമയം കൊണ്ട് തന്നെ നിലത്തേക്ക് വീണിരുന്നെങ്കിലും ഈ സമയത്ത് ചിത്രത്തിൽ നിന്ന് വന്ന വ്യക്തിയാവട്ടെ അവളെ അടുത്തേക്ക് പിടിച്ചടുപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹീറോ. അവനൊരു അപരിചിതനായ വ്യക്തിയാണല്ലോ. അവന്റെ ദേഹത്ത് തട്ടി നിന്നതുകൊണ്ട് തന്നെ അവൾ അവനോട് ക്ഷമ പറയുന്നുണ്ട്. ഈ സമയത്താണ് തന്നെ സീൽ ചെയ്ത മാസ്റ്ററുടെ രൂപസാദൃശ്യത്തോട് കൂടിയ പെൺകുട്ടിയാണ് അവളെന്ന് അവൻ കണ്ടെത്തുന്നു. പിന്നീട് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. യുവാവട്ടെ 1000 വർഷങ്ങളായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഡീമനായിരുന്നു. ഡീമൻ എന്ന് പറയാൻ പറ്റില്ല, നല്ല ശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും അവന് പാമ്പുകളുടെ ശക്തിയായിരുന്നു. 8 തലയുള്ള ഒരു സർപ്പമായിരുന്നു അവൻ. അവന്റെ ഉള്ളിൽ ഭയങ്കരമായ ശക്തിയുണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെ ഡീമൺ ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ഡീമൺ ഹണ്ടേഴ്സ് ആവട്ടെ മനുഷ്യരെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മോശക്കാരായിട്ടുള്ള ഡീമൺസിനെയൊക്കെ സീൽ ചെയ്യുമായിരുന്നു. ഹീറോയിനുമായി രൂപസാദൃശ്യമുള്ള ഒരു മാസ്റ്ററാണ് അവനെ ആ ചിത്രത്തിനുള്ളിൽ സീൽ ചെയ്തത്. പിന്നീട് പ്രസന്റിലേക്ക് കാണിക്കുന്നുണ്ട്. തന്നെ സീൽ ചെയ്ത മാസ്റ്റർ തന്നെയാണോ ഇവളെന്ന സംശയം ഹീറോയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ പാമ്പ് അവനോട് പറയുന്നുണ്ട്, ഇവൾ ആ പ്രശ്നക്കാരിയായിട്ടുള്ള പെൺകുട്ടിയല്ലേ, ഇപ്പോൾ തന്നെ ഇവളെ കൊന്നുകളയെന്ന് ആ പാമ്പ് അവനോട് പറയുന്നുണ്ട്. ആ ചെറിയ പാമ്പിനെ കണ്ട ഹീറോയിനാവട്ടെ അവനൊരു മോൺസ്റ്റർ ആണെന്നും പറഞ്ഞ് തന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ തന്നെ അവൻ അവളുടെ കഴുത്തിനെ ഇറുക്കി പിടിക്കുന്നുണ്ട്. എന്നാൽ അതേ വേദന തന്നെ അവനും അവന്റെ കഴുത്തിന് അനുഭവപ്പെടുന്നു. അവൻ പെട്ടെന്ന് തന്നെ പിടിവിടുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ അവർ തമ്മിൽ ഒരു കോൺട്രാക്ട് രൂപപ്പെട്ടിരിക്കുകയായിരുന്നു. അവളുടെ കയ്യിലാവട്ടെ ഒരു സർപ്പത്തിന്റെ ചിഹ്നം ഉണ്ടാവുകയും അതേ മാർക്ക് തന്നെ ഹീറോയുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെന്താണ് അർത്ഥമെന്ന് വെച്ചാൽ ഹീറോയുടെ പകുതി ജീവൻ അവളുടെ പക്കലാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച് മരിച്ചു പോവുകയാണെങ്കിൽ ഹീറോയും മരിച്ചു പോവും. അങ്ങനെ ഒരു കുഴപ്പത്തിലാണ് ഇപ്പോൾ അവൻ ചെന്ന് പെട്ടിരിക്കുന്നത്. ഈ അടയാളം എങ്ങനെ അവളുടെ കയ്യിൽ വന്നു എന്ന് ഹീറോ ആലോചിക്കുന്ന സമയം കൊണ്ട് തന്നെ അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്ന് കരുതി ഹീറോയിനാവട്ടെ അവനെ പിടിച്ചു തള്ളിയതിനു ശേഷം ഒരു വടിയെടുത്ത് അടുത്തേക്ക് വന്നാൽ അടിച്ചു മെതിക്കുമെന്ന് തന്നെ അവൾ പറയുന്നത് കേട്ടപ്പോൾ ഹീറോ ഒന്ന് കൈവീശതേ ഉള്ളൂ. ആ വടി തെറിച്ച് ദൂരേക്ക് പോകുന്നുണ്ട്. വീണ്ടും അവൾ മോൺസ്റ്റർ മോൺസ്റ്റർ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. ആരെ കണ്ടിട്ടാണ് നീ മോൺസ്റ്റർ എന്ന് പറയുന്നത്? ഞാൻ ദൈവശക്തിയുള്ള ഒരു പാമ്പാണെന്ന് അവൻ പറയുമ്പോൾ എന്നെ കഴിക്കരുതേ കഴിക്കരുതേ എന്ന് പറഞ്ഞ് അവൾ അവന്റെ അടുത്ത് അപേക്ഷിക്കുന്നുണ്ട്. ഇനി മുതൽ നിന്റെ ലൈഫ് എന്ന് പറയുന്നത് എന്റെ ലൈഫാണ്. നീ എവിടേക്ക് പോയാലും കെയർഫുൾ ആയിട്ടിരിക്കണം എന്നും പറഞ്ഞൊക്കെ അവളെ നന്നായി വരട്ടുന്നുണ്ട്. ഹീറോയിനെ അവിടെ ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നൊരു ചിന്ത മാത്രമേ അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും സഹോദരിയും ഫിയാൻസിയും കണ്ടുപിടിക്കണമെന്ന് കരുതി അവളാവട്ടെ, സാർ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, അതൊന്നും യാതൊരു കുഴപ്പവും ഇല്ല. എന്റെ ഫിയാൻസിയും സഹോദരിയും എന്നെ കാത്തിരിക്കുകയായിരിക്കും. ഒരുപാട് വൈകിയാൽ അവരിരും വിഷമിക്കുമെന്ന് അവൾ പറയുമ്പോൾ ഹീറോ അവന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു നോക്കുന്നുണ്ട്. അവളുടെ സഹോദരിയും ഫിയാൻസിയും ചേർന്ന് അവളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവരിരുവരും ചേർന്ന് അവളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അവൻ കള്ളം പറയുകയാണെന്നും തനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ തന്റെ ഫിയാൻസി ജീവൻ കളഞ്ഞു വേണമെങ്കിലും തന്നെ രക്ഷിക്കുമെന്ന് അവൾ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു പയ്യനാണ് അവനെന്ന്. എന്നെയാണോ നീ സംശയിക്കുന്നത്? ഞാൻ ആരാണെന്നറിയാമോ? എന്റെ ഉള്ളില് ദൈവിക ശക്തി ഉണ്ടെന്ന് അവൻ പറയുന്ന സമയത്ത് തന്നെ അവൻ പറയുന്നതൊന്നും ഇനി ഒരിക്കലും കേട്ടുകൂടാ എന്ന് തന്നെ അവൾ മനസ്സിലുറപ്പിക്കുന്നുണ്ട്. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹീറോ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവൾ അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ അവൾക്ക് ഒരിക്കലും തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നീട് അവൻ അവന്റെ വംശത്തെ അന്വേഷിച്ചു പോകുന്നു. അവനെ കണ്ട് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. കാരണം 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ആ പെയിന്റിങ്ങിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുന്നത്. അവരുടെ വംശത്തിനൊരു രാജ്യം തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ തലവനായിരുന്നു ഹീറോ. അവന്റെ സെക്രട്ടറി ആയിട്ടുള്ള അനുയായി എടുത്ത് അവൻ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയെ ഉടനടി തന്നെ കണ്ടുപിടിക്കണമെന്നും തന്റെ ജീവന്റെ പകുതി അവളുടെ ഉള്ളിലാണല്ലോ ഉള്ളത്, അത് തിരിച്ചു കിട്ടാനുള്ള മാർഗവും കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. അതിനൊക്കെ അനുയായി ഓക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോ പറയുന്നുണ്ട്,
തന്റെ ജീവന്റെ പാതി അവളുടെ ഉള്ളിലുള്ളിടത്തോളം കാലം ഒരാപത്തും അവൾക്ക് സംഭവിക്കാതെ നോക്കണമെന്നും അതിന് ഉത്തരവാദിത്തം അവർക്കാണെന്നും പറയുന്നു. ഈ കാര്യത്തിൽ ഞങ്ങൾ വേണ്ടവിധം ശ്രദ്ധ തന്നെ കൊടുത്തോളാമെന്നും 1000 വർഷമായി ഒരു സൗഭാഗ്യങ്ങളും നിങ്ങൾ അനുഭവിക്കാതിരിക്കുകയായിരുന്നല്ലോ, നല്ല ശുദ്ധമായ ജലത്തിൽ തന്നെ നീരാടിയിട്ട് വാ എന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവളുടെ ഫിയാൻസിയെ എടുത്തും സഹോദരിയെ എടുത്തും എത്തുന്നുണ്ട്. അവരിരുവരും റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഹീറോയിൻ അത് കണ്ടില്ല. അവളെ ജീവനോടെ കണ്ടതും അവരിരുവരും ഷോക്കാവുന്നുണ്ട്. ജീവനോടെ വന്നെങ്കിൽ എന്താ, ഇപ്പോൾ തന്നെ അവളെ കൊന്നുകളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തി കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ കൊല്ലാനായി ശ്രമിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയം നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപകടം മനസ്സിലാക്കി അവനാവട്ടെ ഉടനടി തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. ഹീറോയിനാവട്ടെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അവരിരുവരും നീ ആരാണെന്ന് ഹീറോ എടുത്തും ചോദിക്കുന്നുണ്ട്. ഹീറോയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനാവട്ടെ മിസ്റ്റർ ബായു എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവളുടെ സഹോദരിയാവട്ടെ ഹീറോയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി അവൻ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും നീ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിന്റെ ഫിയാൻസി അവളെ തടയുന്നുണ്ട്. അവളുടെ സഹോദരിയാവട്ടെ നീ നിന്റെ ഫിയാൻസിയെ ചീറ്റ് ചെയ്തിട്ട് മറ്റൊരു യുവാവുമായി അഫെയറിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, പ്ലീസ് പ്ലീസ് ഇവിടെ നിന്ന് പോ, നിങ്ങൾ ഡീമനാണെന്നുള്ള വിവരം ഞാൻ ആരടുത്തും പറയില്ല എന്ന് തന്നെ അവൾ ഹീറോ എടുത്ത് പറയുന്നുണ്ട്. നീ എന്താ ഏത് സമയം ഡീമൻ ഡീമൻ എന്ന് എന്നെ വിളിക്കുന്നത്? ഞാനൊരു പുരാതന ദൈവമാണ്, ഞാൻ നിന്റെ കൂടെ ഒന്നും വരില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും നീ എന്റെ കൂടെ തീർച്ചയായും വന്നേ മതിയാവൂ, അല്ലെങ്കിൽ ഇവരിരുവരും എന്നെ തീർച്ചയായും കൊലപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ഹീറോ പറയുന്നു. ഹീറോയിനാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. അവളുടെ ഫിയാൻസി ആവട്ടെ അവൻ പറഞ്ഞ സത്യങ്ങളൊക്കെ കേട്ടിട്ട് അവൻ എങ്ങനെ മനസ്സിലായി ഞാൻ അവളെ കൊല്ലാനായി തീരുമാനിച്ചിരിക്കുകയാണെന്ന് വളരെ ഷോക്കായി തന്നെ മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോയിനാവട്ടെ ആ പയ്യന്റെ കൈ പിടിച്ചിട്ട് അവൻ ഒരിക്കലും എന്നോട് മോശമായ രീതിയിൽ പെരുമാറില്ല, എന്റെ മുത്തശ്ശിയും എന്നെയും അവൻ നല്ല രീതിയിലാണ് നോക്കുന്നത്, നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് എന്നും അവൾ പറയുന്നു. ഇവൻ ഇതാരാ ഇവിടെ വന്നെന്ന് കള്ളങ്ങൾ പറയാനുള്ള ധൈര്യം ഇവൻ ആരാ നൽകിയെന്ന് ആ പയ്യൻ അവിടെ വന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഞാനല്ല കള്ളം പറയുന്നത്, നീയാണ്, ചില മനുഷ്യരുടെ നാക്ക് പാമ്പുകളെക്കാട്ടിലും വിഷമുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. മതി മതി, സംസാരമൊക്കെ നിർത്തിക്കോ, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പൊക്കോന്ന് തന്നെ ഹീറോ എടുത്ത് ആ പയ്യൻ പറയുമ്പോൾ ഹീറോ ബലമായി തന്നെ ഹീറോയിനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞേലേ എന്റെ ഫിയാൻസി എനിക്ക് കുഴപ്പം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്ന്, പിന്നെ നീ ഒരു ഭ്രാന്തരെ പോലെ പെരുമാറുന്നത് എന്തിനാ? നീ പറയുന്നതൊന്നും വിശ്വസിക്കാനോ നിന്നോടൊപ്പം വരാനോ ഞാൻ തയ്യാറല്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാത്ത മട്ടിലെ ഹീറോ അവളെ അവിടെ ഒന്ന് പിടിച്ചോണ്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പയ്യൻ ഇടയിൽ കയറി തടയുന്നുണ്ട്. ഹീറോ ഒരു നോട്ടം നോക്കിയതേ ഉള്ളൂ, അവരൊരു സ്റ്റാച്ചു ആയി മാറുന്നു. അവരെ ഒന്നും ചെയ്യരുത്, ഞാൻ നിന്നോടൊപ്പം വരാമെന്ന് ഹീറോയിൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഫിയാൻസിയെയും സഹോദരിയും വിട്ടിട്ട് ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ഹീറോയിൻ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്, നീ ശരിക്കും ആരാണെന്ന്. അതിന് ഹീറോ ആവട്ടെ നിനക്ക് നേരത്തെ ചാവണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചത്തോ, പക്ഷേ ഇപ്പോൾ നിന്റെ ജീവനിൽ തന്നെയാണ് എന്റെ ജീവനും ഉള്ളത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആപത്ത് എനിക്ക് സംഭവിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഹീറോയിനെ കടിക്കുന്നുണ്ട്. നേരത്തെ അവിടെ നിന്ന് അവൾ ഓടിപ്പോയത് കൊണ്ട് അതിന്റെ ശിക്ഷ എന്നോണം. പിന്നീട് ഹീറോ അവളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയുടെ കുട്ടിപ്പാമ്പ് അവനോട് ചോദിക്കുന്നുണ്ട് ഹീറോയിന്റെ ബ്ലഡ് നല്ല സ്മെല്ലായിരുന്നോ അതോ വൃത്തികെട്ട സ്മെല്ലായിരുന്നോ എന്ന്. ഈ ടൈമിൽ തന്നെ ഹീറോയുടെ അസിസ്റ്റന്റ് അവിടേക്ക് വരുന്നുണ്ട്. അയാളാവട്ടെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരത്തിനായി ഒരു ദിവ്യജ്ഞനെയും കൊണ്ടാണ് അവിടേക്ക് വന്നത്. ആക്ച്വലി ഹീറോയുടെ ജീവൻ ഇപ്പോൾ ഹീറോയിന്റെ ഉള്ളിലാണല്ലോ. അയാൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഹീറോയിനുമായി പൂർണ്ണചന്ദ്ര ദിവസം ഒന്നായിരുന്നാൽ മാത്രമേ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് അവൻ എത്താൻ സാധിക്കൂ എന്ന് പറയുന്നു. ഇനി അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹീറോയ്ക്ക് ആപത്ത് വരാനുള്ള സാധ്യതയുണ്ടെന്നും അയാൾ പറയുന്നുണ്ട്. പക്ഷെ അവനോടൊപ്പം ഒന്നായിരിക്കുമ്പോൾ ഹീറോയിന് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അവളുടെ ബോഡി ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. കാരണം അവളൊരു മനുഷ്യ സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവന്റെ ഉള്ളിലെ ജീവൻ അവളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് അവന്റെ ശക്തികൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒന്നായി ഇരുന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവളൊരു മനുഷ്യ സ്ത്രീ ആണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. അവൾ എന്തായാലും തന്റെ എനിമിയല്ലേ, അവൾക്ക് എന്ത് സംഭവിച്ചാലും തനിക്ക് എന്താ എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും എന്നിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ഹീറോ തയ്യാറല്ലായിരുന്നു. ഹീറോയിൻ അവന്റെ വീട്ടിൽ ചെയ്തു കൂട്ടുന്നതൊക്കെ അവൻ ജ്ഞാനദൃഷ്ടിയിലൂടെ അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്തേക്ക് പോകുന്നു. അവൾ അവിടെ വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ തച്ചുടക്കുകയായിരുന്നു. ഹീറോ അവിടെ അവന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് അതെല്ലാം പഴയപടിയാക്കുന്നുണ്ട്. അവള് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതേപടി തന്നെ കണ്ടിന്യൂ ചെയ്തു എന്നും അവൻ പറയുന്നുണ്ട്. ഹീറോയിൻ അവിടെ ദേഷ്യത്തോടെ തന്നെ ഇവനൊരു 8 തലയുള്ള സ്നേക് ഡീമനാണെന്ന് പറഞ്ഞ് വായി തോന്നിയതൊക്കെ അവനെ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായി കേൾക്കാൻ സാധിക്കുമെന്ന് ഓർമ്മിച്ച് വെച്ചുകൊണ്ട് വേണം ഓരോന്ന് പറയാനെന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അയ്യോ ഇവനൊരു 8 തലയുള്ള പാമ്പല്ലേ, ഞാൻ പറഞ്ഞതൊക്കെ ഇവൻ കേട്ട് കാണുമോ എന്ന് കരുതിക്കൊണ്ട് തന്നെ ഞാൻ അങ്ങനെയല്ല പറയാൻ വന്നത്. ഞാൻ എന്താ പറയാൻ വന്നേന്ന് വെച്ചാല് നിങ്ങൾ വളരെ ഹാൻസം ആണെന്ന് അവൾ പറയുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട് നീ കള്ളമാ പറയുന്നേന്ന്. ശരി ശരി ഞാൻ കള്ളം തന്നെയാണ് പറഞ്ഞത്, കുറച്ച് ദയ എന്നോട് കാണിക്ക്, ഞാൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് വീട്ടിൽ വിട്ടൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവനോട് കെഞ്ചുന്നുണ്ട്.
അതൊന്നും പറ്റില്ല എന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തു തന്നാൽ നിങ്ങൾ എന്നെ വീട്ടിലേക്ക് വിടുവോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്ത ഹീറോ ആവട്ടെ നീ എന്നെ വിവാഹം കഴിച്ചോ എന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഓ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്റെ ഫിയാൻസിയുടെ മേല് നീ ഓരോരോ കുറ്റങ്ങൾ ആരോപിച്ചത്. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും തന്റെ ഫിയാൻസി തെറ്റ് ചെയ്തതിനായിട്ട് എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. നിന്റെ ഈ ഭ്രാന്ത് പിടിച്ച സ്വഭാവം കൊണ്ട് തന്നെ അവൻ നിന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ തന്നെ നിന്നെ കടിച്ചു കൊല്ലാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. നീ പിന്നെ എന്താ വിചാരിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവളാവട്ടെ അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവളെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് അവൾ കരുതിയിരിക്കുന്നത്. എന്തായാലും താൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നും തന്റെ ഫിയാൻസിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും അവൾ വ്യക്തമാക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് മാരേജ് സർട്ടിഫിക്കറ്റ് അവിടേക്ക് വരുത്തുന്നുണ്ട്. അത് ഫേക്ക് ആണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ അത് തുറന്നു നോക്കുന്നുണ്ടെങ്കിലും അവൾക്കാവട്ടെ അവരിരുവരും സിവിൽ ബ്യൂറോയിലേക്ക് പോയി മാരേജ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും അവൻ എന്തോ ചെയ്തു വെച്ചിട്ട് തന്നെയാണ് തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവളാവട്ടെ അവനെ വായി തോന്നിയതൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞാലും അവനതൊക്കെ കേൾക്കാൻ സാധിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവൾ ആ സംസാരം നിർത്തുന്നു. ഹീറോ ആവട്ടെ അവളെ നോക്കാനായിട്ട് ആ ചെറിയ പാമ്പിനെയും അവിടെ വിട്ടിട്ടാണ് പോകുന്നത്. ആ ചെറിയ പാമ്പിൻകുട്ടിക്ക് അവിടെ സംസാരിക്കാൻ സാധിക്കും. അവളാവട്ടെ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് കരുതിക്കൊണ്ട് തന്നെ താഴേക്ക് നോക്കാനും നടക്കുന്നുണ്ട്. ആ കുട്ടിപ്പാമ്പിന്റെ മേലേക്കാണ് അവൾ ചവിട്ടുന്നത്. അയ്യോ വേദനിക്കുന്നേ, കാലെടുക്കെന്ന് പറഞ്ഞ് ആ പാമ്പ് അലറി വിളിക്കുന്നുണ്ട്. ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പാമ്പാവട്ടെ താഴേക്ക് നോക്കുന്ന അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഓ നീയായിരുന്നു, നിന്നെ കാണാൻ വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലോ, നിനക്ക് സംസാരിക്കാനൊക്കെ സാധിക്കുമോ, അവനെ പോലെ തന്നെ നീയും ഒരു ഡീമൻ സ്നേക്ക് ആണോ എന്നൊക്കെ ചോദിച്ച് അവൾ ആ പാമ്പിനെ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട്. എന്റെ മാസ്റ്ററെ കഷ്ടപ്പെടുത്താനുള്ള ഏതെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരാമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ നിനക്ക് മസാജ് ചെയ്ത് തരാമെന്നും പറയുമ്പോൾ അത് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല. എന്നാൽ ഹീറോയിൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തന്നെ ആ കുട്ടിപ്പാമ്പ് ഏതോ ഒരു കാര്യം അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവൻ കയറി വരുന്ന സ്റ്റെയറിന്റെ മുകളിൽ നിന്ന് തന്നെ എന്തോ ഒരു തരം പൊടി അവന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വർക്കായിട്ടുണ്ടായിരുന്നില്ല. അവന് യാതൊന്നും സംഭവിച്ചതുമില്ല. നിനക്ക് ചാവാനായിട്ട് ഇത്ര കൊതിയാണോ എന്ന് ചോദിച്ച് അവളുടെ കഴുത്തിന് പിടിച്ചവൻ ഞെരിക്കുന്നുമുണ്ട്. എന്നാൽ ആ വേദന അവനാണ് അനുഭവപ്പെടുന്നത്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ കഴുത്തിന് പിടിച്ച പിടി അവൻ വിടിയിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഒരു പാവത്തെ പോലെ മുഖം വെച്ചുകൊണ്ട് നിനക്ക് യാതൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യം എന്തോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണം നീയാണോ എന്ന് ആ കുട്ടിപ്പാമ്പിന്റെ അടുത്ത് ഹീറോ ചോദിക്കുമ്പോൾ അവൾ എന്നെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് തന്നു, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തേനും, പക്ഷെ ഒരു തരത്തിലും അത് നിങ്ങളെ ഹർട്ട് ചെയ്യില്ല എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാമെന്നും ആ കുട്ടിപ്പാമ്പ് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഈ സമയം കൊണ്ട് വല്ലാതെ വിശക്കുന്നുണ്ട്. ഹീറോയ്ക്കും വിശക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ ആലോചിക്കുന്നുണ്ട് അവന് വിശന്നാൽ വയറിൽ നിന്ന് സൗണ്ട് ഒക്കെ ഉണ്ടാവുമോ, തനിക്ക് വിശന്നാൽ താൻ ആഹാരമാണ് കഴിക്കുന്നത്, പക്ഷെ അവന് വിശന്നാൽ ചിലപ്പോൾ എന്നെ കഴിക്കുമോ എന്ന് അവൾ ഭീതിയോടെ തന്നെ മനസ്സിലോർക്കുന്നുണ്ട്. വളരെയധികം ഭയന്ന് അവളാവട്ടെ അവന്റെ അടുത്ത് ചെന്നിട്ട് പാമ്പ് സാർ നിങ്ങൾ എന്നെ കഴിക്കില്ല, ഞാൻ അത്ര ടേസ്റ്റി ഒന്നും അല്ല എന്ന് അവന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ ഞാൻ ഹ്യൂമൻസ് ബോഡിയൊന്നും കഴിക്കത്തില്ല എന്നും അതിനൊരു ബാഡ് സ്മെല്ലാണെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിൻ ആവട്ടെ അപ്പോൾ നിങ്ങൾ എന്നെ കഴിക്കത്തില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വളരെയധികം ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ചെറിയ പാമ്പിന്റെ അടുത്ത് ഹീറോ പറയുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം താൻ മരിച്ചു പോകാമെന്ന്. ഹീറോ ഈ സമയത്ത് മനസ്സിലാലോചിക്കുന്നുണ്ട് ഈ പെൺകുട്ടി നേരത്തെ കണ്ടതുപോലല്ലോ, ഒരുപാട് ഡിഫറെന്റ് ആയിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്നൊക്കെ. ഇതിനുശേഷം അവനവട്ടെ ഫുഡ് കഴിക്കാനായി അവളെ കൊണ്ടുപോകുന്നുണ്ട്. നന്നായി തന്നെ ആഹാരം കഴിച്ചോ, ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിച്ചു പോകണ്ട എന്ന് അവളെടുത്ത് അവൻ പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഈ സമയം മുഴുവൻ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അവന് കൊടുക്കുന്ന ആഹാരത്തിൽ വിഷം കലർത്തിയാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ ആ പദ്ധതി ക്യാൻസൽ ചെയ്യുന്നുണ്ട്. കാരണം പാമ്പുകൾക്ക് നല്ലപോലെ തന്നെ സ്മെല് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വിഷം കലർത്തിയിരിക്കുന്നത് കണ്ടെത്തുവാണെങ്കിൽ തീർച്ചയായും അവൻ തന്നെ കൊല്ലുമെന്ന് തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുമെന്നൊക്കെ ഹീറോയിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട് തീർച്ചയായും അവൾ തന്നെ ഹാം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവളെ എന്ത് ചെയ്യണമെന്ന് തന്നെ അവനും ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവൻ നല്ല മൂഡിലായിരിക്കുമ്പോൾ പറഞ്ഞാൽ തന്നെ വിട്ടയക്കുമെന്ന് തന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് അവളാവട്ടെ നന്നായി കഴിക്കുമെന്ന് പറഞ്ഞ് ചിക്കനൊക്കെ എടുത്തവന്റെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. നീ എന്തൊക്കെ ചെയ്താലും നിന്നെ ഇവിടെ നിന്ന് വിട്ടയക്കാൻ പോകുന്നില്ല എന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. ഇത് കേട്ടെ അവളാവട്ടെ ആ ചിക്കൻ തിരിച്ചെടുത്ത് അവളുടെ പ്ലേറ്റിൽ വെച്ചിട്ട് അവൾ തന്നെ കഴിക്കുന്നുണ്ട്. നീ എന്നെ വിട്ടയക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഈ ചിക്കൻ ഞാൻ തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞ് അവൾ കഴിക്കുന്നുണ്ട്. നന്നായി തന്നെ കഴിച്ചോ, നന്നായി തടിച്ചിരിക്കുന്നവരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ഹീറോ പറയുന്നുണ്ട്. ഇത് കേട്ടെ അവൾ വല്ലാതെ ഭയക്കുന്നുണ്ട്. ഒരു പക്ഷെ അവൻ തന്നെ കഴിക്കാൻ പോവുകയാണോ എന്ന് ഓർത്തിട്ട് പിന്നീട് അവൾ ഒരു
ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്ന് ആലോചിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എന്നെ ഈ വീട്ടിൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയല്ലേ. മുത്തശ്ശി ഒന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല. മുത്തശ്ശി അവിടെ ഞാൻ വരാത്തത് കൊണ്ട് തന്നെ വല്ലാതെ ഫീൽ ചെയ്ത് വിഷമിച്ചിരിക്കുകയായിരിക്കുമെന്നൊക്കെ. എനിക്ക് എന്ത് സംഭവിച്ചു എന്നും ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുത്തശ്ശിയെടുത്ത് പറയുകയും ചെയ്യുന്നതെന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആ കുട്ടിപ്പാമ്പ് അവിടേക്ക് വരുന്നുണ്ട്. എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യാമോ? എന്റെ ഫോൺ ഒന്ന് എടുത്തോണ്ട് തരാമോ എന്ന് അവൾ ആ പാമ്പിനോട് ചോദിക്കുമ്പോൾ ഒന്നും പറ്റില്ല എന്ന് തന്നെ ആ കുട്ടിപ്പാമ്പ് തറപ്പിച്ച് പറയുന്നുണ്ട്. ഞാൻ നിനക്ക് മസാജ് ചെയ്യാന്ന് പറയുമ്പോൾ ശരി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മൊബൈൽ ഫോൺ കുട്ടിപ്പാമ്പ് എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവള് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ വന്ന ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നുണ്ട്. കുട്ടിപ്പാമ്പിന്റെ അടുത്ത് ഇതിനെല്ലാം കാരണം നീയല്ലേ എന്ന് ചോദിച്ച് അതിനോട് വഴക്കടിക്കുന്നുണ്ട്. അവളെ നോക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കുട്ടിപ്പാമ്പിനെയും കൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിന് വല്ലാതെ ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോഴേക്കും വളരെ ഹാൻസം ആയിട്ടുള്ള പയ്യനെ വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയിൻ ആവട്ടെ അവനെ തന്നെ സൈറ്റ് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട ഹീറോ ആവട്ടെ ദേഷ്യത്തോടെ തന്നെ അവളെ എടുത്തോണ്ട് പോയിട്ട് ഇപ്പോൾ തന്നെ നീ കുളിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് തണുത്ത വെള്ളത്തിലുള്ള ബാത്ത് ടബിലേക്ക് അവളെ ഇടുന്നുണ്ട്. അവളാവട്ടെ തുമ്മിക്കൊണ്ടാണ് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നത്. മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഹീറോ അവിടെ ഇല്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ഹീറോ ആവട്ടെ അവരുടെ ക്ലാനിന്റെ ശുദ്ധമായ തടാകത്തിൽ കുളിക്കാനായി പോയിരിക്കുകയാണ്. ഹീറോ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഇത് തന്നെയാണ് രക്ഷപ്പെടാനുള്ള അവസരമെന്ന് കരുതി അവളാവട്ടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയി മുത്തശ്ശിയെ കാണാനായിട്ടാണ് അവൾ പോകുന്നത്. ഈ സമയത്ത് അവളുടെ ഫിയാൻസി സിസ്റ്ററും കൂടി കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഹീറോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ സഹോദരിയാവട്ടെ ഒന്ന് പതുക്കെ ആ വൃദ്ധയായ സ്ത്രീയെ എഴുന്നേൽപ്പിക്കില്ലെന്ന് പറയുമ്പോൾ നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, ആ കിഴവി ഇപ്പോഴൊന്നും എഴുന്നേക്കില്ല. അവരുടെ ട്രിപ്പിൽ മയങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അവർ പിന്നീടും കിസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവളെ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അവളുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, അവൻ കാരണമാണോ എന്ന് അവളുടെ സഹോദരി ഫിയാൻസിയോട് ചോദിക്കുന്നുണ്ട്. അതെ, ആ പയ്യൻ തന്നെ കാരണമായിരിക്കണം അവൾ രക്ഷപ്പെട്ടത്. ബായു എന്നല്ലേ അവന്റെ പേര്. അങ്ങനെയുള്ള സർനെയിമിലുള്ളവരൊക്കെ വളരെ പണക്കാരും പവർഫുൾ ആയിരിക്കും. തീർച്ചയായും അവൻ ആ ഫാമിലിയിൽപ്പെട്ട ആളായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ ആവട്ടെ അവരുടെ അടുത്ത് നിൽക്കുന്നത് തീരെ ശരിയല്ല, അത് തന്നെ ആപത്തിലാക്കാൻ സാധ്യതയുണ്ടെന്ന് ഹീറോ പറഞ്ഞതോർത്ത് അവളാവട്ടെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് തന്നെ പുറത്തു നിന്ന് ശബ്ദം കേട്ട് അവളുടെ സഹോദരിയും ഫിയാൻസിയും പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ അവൾ ഓടി മറിഞ്ഞിരുന്നെങ്കിലും അവളുടെ ഒരു ക്ലിപ്പ് താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. അവരിരുവർക്കും ഹീറോയിനെ അവരുടെ അഫയർ മനസ്സിലായിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ വെച്ച് ഹീറോയിനെ അവർ കടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ തടാകത്തിലെ കുളി കഴിഞ്ഞ് ശാന്തമായി ഇരിക്കുന്ന സമയത്ത് അവൾക്ക് എന്തോ ആപത്ത് പിടഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ദിവ്യജ്ഞാൻ അവന്റെ അടുത്ത് വന്നിട്ട് പൗർണമി ദിവസത്തിൽ അവളുമായി ഒന്നായിരുന്നില്ലെങ്കിൽ തീർച്ചയായും അവന്റെ 8 തലയുണ്ടല്ലോ, അതിൽ ഓരോ തലകളായി നശിച്ചു പോയതിനു ശേഷം അവനും മരിക്കുമെന്ന് പറയുന്നു. അതുമാത്രമല്ല അവന്റെ മരണം വളരെയധികം വേദനയാർന്നതാണെന്നും അയാൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹീറോ ആവട്ടെ ഇതൊക്കെ കേട്ടിട്ട് സൈലന്റ് ആയി ഇരിക്കുകയായിരുന്നു. ഹീറോയിന് ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് അവന് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നീട് ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവളെ കടത്തിക്കൊണ്ടുപോയവരാവട്ടെ അവള് കാണാൻ വളരെ സുന്ദരിയല്ലേ, പെട്ടെന്ന് അങ്ങ് കൊന്നു കളഞ്ഞാൽ അവർക്ക് യാതൊരു എൻജോയ്മെന്റും കാണില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളോടൊപ്പം ഒന്നായിരുന്നതിന് ശേഷം അവളെ കൊന്നു കളയാമെന്ന് അവരെല്ലാവരും തീരുമാനിക്കുന്നു. ഇതിലൊരുത്തം വന്ന് അവളെ തൊടാൻ ശ്രമിക്കുമ്പോൾ അവളാവട്ടെ ദേഷ്യം വന്ന് അവന്റെ കയ്യിൽ കടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഹീറോയിനെ വല്ലാതെ ഉപദ്രവിക്കുന്നു. ഈ സമയത്ത് തന്നെ ഹീറോ അവിടേക്ക് വരുന്നു. ഹീറോ ആവട്ടെ അവരെയൊക്കെ അടിച്ച് നിലത്തേക്ക് ഇട്ടതിന് ശേഷം ഹീറോയിന്റെ കയ്യിലേക്ക് ഇട്ടൊക്കെ അഴിച്ചു വിടുന്നുണ്ട്. ഹീറോ ആവട്ടെ അവരുടെ അടുത്ത് നിങ്ങളോട് ഇത് ആരാ ചെയ്യാൻ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അവളെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് പണം തന്നാണ് ഇത് ചെയ്യാൻ ആവശ്യപ്പെട്ടേ എന്നും അവർ പറയുന്നുണ്ട്. ശരി, ഒരു കാര്യം ചെയ്യും, നിങ്ങളെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചവരടുത്ത് അവൾ മരിച്ചു പോയി എന്നുള്ള വിവരം പറഞ്ഞേക്കാൻ പറയുന്നുണ്ട്. അവരും ഈ വിവരം ഫോൺ ചെയ്ത് അവളുടെ ഫിയാൻസിയെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ അവളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഹീറോൻ അവിടെ തന്നെ രക്ഷിച്ചതിന് നന്ദി എന്ന് അവനോട് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചതിന് നിനക്ക് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ് ഹീറോ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. ആ ദിവ്യജ്ഞം പറഞ്ഞില്ലായിരുന്നോ അവളോട് ഇന്റിമേറ്റ് ആയി ഇരിക്കണമെന്ന്? എന്നാൽ ഹീറോ ആവട്ടെ കിസ് ചെയ്തതിനു ശേഷം പിന്നീട് ഒന്നിനും മുതിർന്നില്ല. അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിനുള്ള ശിക്ഷയെന്നോണം അവനാവട്ടെ അവളെ കടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്റെ മുത്തശ്ശി എങ്ങനെയും രക്ഷിക്കാമോ എന്ന് അവൾ വിളിച്ചു ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോയിനെ അവൻ കടിച്ചിട്ട് പോയത് കൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ പോയിസൺ വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. അവൾക്ക് വല്ലാതെ തണുക്കാൻ ആരംഭിക്കുന്നുണ്ടായിരുന്നു. ഈ സമയമൊക്കെ ഹീറോ ഇതിനോടകം തന്നെ അവളുടെ മുത്തശ്ശിയെ സേവ് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഹീറോയുടെ വരുതിയിലുള്ള തന്നെ ടോപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവളുടെ മുത്തശ്ശിക്ക് ചികിത്സ നൽകാനായി ഹീറോ സെക്രട്ടറിയോട് ഏർപ്പാടാക്കുന്നുണ്ട്. ആ റൗഡികളെ വെച്ചിട്ട് ഹീറോയിൻ മരിച്ചുപോയെന്ന് ഫിയാൻസി അതുപോലെ അവളുടെ സഹോദരിയെ അറിയിച്ചിരുന്നല്ലോ, അതുപോലെ തന്നെ മുത്തശ്ശി മരിച്ചുപോയെന്ന് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഹീറോ അവിടെ നിന്ന് പോകുന്നത്. കുട്ടിപ്പാമ്പ് ഈ സമയമൊക്കെ അവനോട് പറയുന്നുണ്ട് അവളുടെ ഉള്ളിലെ പോയിസൺ ഹൈ ആവാൻ സാധ്യതയുണ്ടെന്നും അവളുടെ ജീവൻ ആപത്ത് സംഭവിക്കാമെന്നും പെട്ടെന്ന് തന്നെ അവളുടെ ഉള്ളിലെ പോയിസൺ റിമൂവ് ചെയ്യുന്നത് നല്ലേ എന്നും ആ കുട്ടിപ്പാമ്പ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹീറോ അവളെ കാണാനായി പോകുന്നുണ്ടെങ്കിലും വല്ലാതെ തണുക്കുന്നെന്ന് പറഞ്ഞ് അവളാവട്ടെ ഹീറോയെ ഹഗ് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ഹീറോ അവളുടെ ഉള്ളിലെ പോയിസൺ തിരിച്ചെടുക്കുന്നുണ്ട്. അസിസ്റ്റന്റ് അവളുടെ അടുത്ത് വന്നിട്ട് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. അവളുടെ മുത്തശ്ശിയെ സേവ് ചെയ്തെന്നും വളരെ നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ അവരെ വീണ്ടും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നും.
ഇത് കേട്ട ഹീറോയിന് വളരെയധികം സന്തോഷമാവുകയും വളരെയധികം നന്ദിയുണ്ടെന്ന് ഹീറോ എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. കൂടെ ഇരുന്നിട്ട് എന്നെ ചതിച്ചവരല്ലേ അവർ രണ്ടുപേരും, അവരെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് ഹീറോയിൻ പറയുന്ന കേട്ടിട്ട് ഇപ്പോഴെങ്കിലും നിനക്ക് തലയ്ക്ക് വെളിവ് വെച്ചല്ലോ, മരിക്കുന്നവിടം വരെ നിനക്ക് വെളിവുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയെന്ന് ഹീറോ പറയുന്നുണ്ട്. അതിനുശേഷം അവളുടെ സഹോദരിയും അതുപോലെ ഫിയാൻസിയും കാണിക്കുന്നുണ്ട്. ഹീറോയിനും മുത്തശ്ശിയും മരിച്ചുപോയില്ലേ, അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മളാണ് ഈ സ്വത്തുക്കളുടെ എല്ലാ അവകാശി. നാളെ ഫ്യൂണറൽസിന്റെ ചടങ്ങുകളെല്ലാം നടക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ച് നമ്മളാണ് ഇനി മുതൽ കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു ഡ്രാമയും നടത്തണമെന്നൊക്കെ പറഞ്ഞ് അവർ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഫ്യൂണറൽ ചടങ്ങ് നടക്കുകയും അവിടേക്ക് ഷെയർ ഹോൾഡേഴ്സ് വരികയും ചെയ്യുന്നുണ്ട്. ഇനി ഈ കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ വേറെ ആരുമില്ലെന്നും ഞങ്ങൾ രണ്ടുപേരുമേ ഉള്ളൂ എന്നും ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയുടെ അസിസ്റ്റന്റ് അവിടേക്ക് വന്ന് ബായു കോർപ്പറേഷന്റെ പ്രസിഡന്റായ ബായു $1 മില്യൺ നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഈ പണം നിങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നും, കാരണം എവിടെ വെച്ചോ പ്രസിഡന്റ് ഇവിടുത്തെ പെൺകുട്ടിയെ കാണുകയും ആദ്യ കാഴ്ചയിൽ തന്നെ അവളോട് പ്രണയം തോന്നുകയും ചെയ്തു എന്ന് പറയുന്നു. കേട്ടത് അവളുടെ സഹോദരിക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. ഈ പറയുന്നത് എന്നെ കുറിച്ചാണല്ലോ എന്ന് ഓർത്തിട്ട് അവള് മുമ്പോട്ട് വന്നിട്ട് നിങ്ങൾ എന്നെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിന്റെ ഫിയാൻസി ആവട്ടെ നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവളെ കൈ പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. എന്നാൽ അവളാവട്ടെ നീ എന്റെ മുത്ത സഹോദരിയുടെ ഫിയാൻസി അല്ലേ, ഇപ്പോഴെന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒന്നും നടക്കാത്ത മട്ടിൽ തന്നെ അവള് കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി പറയുന്നുണ്ട്. അവളിങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഹീറോ ഒരു ധനികനാണല്ലോ, അവസാനം വരെയും സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് കരുതിയാണ് അവളിങ്ങനെ തീരുമാനമെടുത്തത്. ശരി, നിങ്ങൾ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം, നിങ്ങളാണോ മിയ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്. ഈ മിയ ഓൾറെഡി മരിച്ചുപോയി, എന്റെ പേര് ഷിയ എന്നാണെന്ന് പറയുമ്പോൾ അതൊന്നും സാധിക്കത്തില്ല, കോൺട്രാക്റ്റിൽ മിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് മിയ എന്ന പെൺകുട്ടിയാണ് ലവ് ചെയ്യുന്നത്, അവൾക്ക് മാത്രമേ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നും അസിസ്റ്റന്റ് പറയുന്ന കേട്ടപ്പോൾ ആ പെൺകുട്ടിക്ക് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഞാൻ മിയക്കാട്ടിലെ 100 മടങ്ങ് സുന്ദരിയാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിനോട് എന്നെ വിവാഹം കഴിക്കാൻ പറയുമെന്നും ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും തീർച്ചയായും അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെടുമെന്നും ആ പെൺകുട്ടി പറയുന്നു. ഹീറോയിന്റെ ഫിയാൻസി ആവട്ടെ നീ എന്താ അഭിനയിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ ദേഷ്യത്തോടെ പിടിക്കുന്നുണ്ട്. അവളാവട്ടെ അവന്റെ കൈ തട്ടി മാറ്റി അവന്റെ കരണത്തൊരടിയും കൊടുക്കുന്നുണ്ട്. നീ എന്നോട് ഇങ്ങനെയൊന്ന് പെരുമാറുന്നത് തീർത്തും ശരിയല്ല, നീ എന്റെ ചേച്ചിയെ വിവാഹം കഴിക്കാനിരുന്ന ആളാണെന്ന് അവൾ അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, മിയ ഇതിനോടകം തന്നെ മരിച്ചു പോയിരിക്കുന്നു, ഈ കമ്പനി ഞാനാണ് നടത്തിക്കൊണ്ടുപോകാൻ പോകുന്നത്, അവളെക്കാട്ടിൽ 100 മടങ്ങ് സുന്ദരിയാണ് ഞാൻ, പ്രസിഡന്റ് ബായുവിനോട് എന്നെ വിവാഹം കഴിക്കാൻ പറയണമെന്ന് അവൾ അസിസ്റ്റന്റിനോട് പറയുമ്പോൾ തന്നെ ഹീറോയിൻ അവിടേക്ക് എൻ്റർ ആവുന്നുണ്ട്. ഇത് കണ്ട ആ പയ്യനും പെൺകുട്ടിയും വല്ലാതെ ഷോക്കാവുന്നു. ഹീറോയിൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവിടെ ഫ്യൂണറൽ നടത്തുകയാണല്ലോ, ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ അവള് വരുന്നത് കണ്ടിട്ട് വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ഇവർ രണ്ടു കൂട്ടുകാരും ഹീറോയിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തെറ്റായ ഇൻഫോർമേഷൻ പരത്തിയെന്നും ഷെയർ ഹോൾഡേഴ്സ് സംസാരിക്കാൻ തുടങ്ങുന്നു. നീ ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു, ഇത്രമാത്രം വിഷമിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഫിയാൻസി അവിടെ അവളെ ഹഗ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ അവിടേക്ക് വരുന്നു. ഹീറോ അവിടേക്ക് നടന്നു വരുന്നത് കണ്ടിട്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ബായു കോർപ്പറേഷന്റെ പ്രസിഡന്റ് ആണ് ഹീറോ എന്ന്. ഹീറോനെ കോൺട്രാക്റ്റിലേക്ക് സൈൻ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ആ പയ്യൻ അവളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഇതിനപ്പുറം ഞാൻ നിന്നെ നല്ലപോലെ നോക്കിക്കോളാമെന്ന്. ഹീറോയിൻ അവന്റെ കരണത്തൊരടി കൊടുക്കുന്നുണ്ട്. നീ എങ്ങനെ എന്നെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ച ഹീറോയിൻ വീണ്ടും അവന്റെ കരണത്തൊരടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ കമ്പനിയുമായിട്ടുള്ള എല്ലാ കോർപ്പറേഷനും ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അവളുടെ സഹോദരിക്ക് ലഭിക്കേണ്ടിരുന്ന സ്വത്തുക്കളുടെ എണ്ണവും കുറയ്ക്കുമെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അതെങ്ങനെ സാധിക്കും, ഞാനും ഈ ഫാമിലിയിലെ ഒരു മെമ്പറാണ്, എന്റെ കാര്യത്തിൽ നിനക്ക് എങ്ങനെ തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന് തന്നെ അവളുടെ സഹോദരി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം എവിഡൻസ് ഉണ്ടെന്നും അതുമൂലമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഹീറോയിൻ പറയുന്നുണ്ട്. നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും ഞാൻ ഇപ്പോഴും നിന്നെ ലവ് ചെയ്യുന്നുണ്ടെന്നും ഫിയാൻസി അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ലവ് ചെയ്യുന്നുണ്ടെന്നോ, ഈ ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പാണ് തോന്നുന്നത്. ഈ ലവ് നിനക്കുള്ളത് കൊണ്ടായിരിക്കാം നീ എന്നെ കൊലയാളികളെ വെച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നും അവൾ പറയുന്നുണ്ട്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഹീറോയിന്റെ അടുത്ത് വീണ്ടും നാടകം കളിക്കുകയും എന്റെ മേലിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റമൊക്കെ തെളിയിക്കാൻ നിന്റെ തെളിവുണ്ടോ എന്നും അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവന്റെ മാജിക് ഉപയോഗിച്ച് എവിഡൻസുകളെല്ലാം അവിടേക്ക് വരുത്തുന്നുണ്ട്. അവനാവട്ടെ കമ്പനിയുടെ ഒരുപാട് സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രൂഫുകളും അവിടെയുള്ള എല്ലാവരുടെടുത്തുമായി അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോയിന്റെ സിസ്റ്ററും അല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം അവൾക്ക് പോലും അറിയില്ലായിരുന്നു ഇത്രയധികം പണവും കമ്പനി വക സ്വത്തുക്കളും ഒക്കെ അവൻ കൈക്കലാക്കി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ അവനുമായി വഴക്കിനൊരുങ്ങുന്നുണ്ട്. ശരി, നിങ്ങൾ രണ്ടുപേരും നിർത്താൻ നോക്ക്, നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ച എവിഡൻസ് പോലും എന്റെ പക്കലുണ്ടെന്നും ഞാനത് പോലീസിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ മരണം വരെ നിങ്ങൾ ഇരുവരും ജയിലിനുള്ളിൽ കഴിയേണ്ടി വരുമെന്നും അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് അവരിരുവരും ഭയപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ഈ എവിഡൻസ് ഒക്കെ പോലീസിനെ ഏൽപ്പിക്കട്ടോ എന്ന് ചോദിച്ച് അവൾ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വേണ്ട എന്ന് പറഞ്ഞ് അവൾ അവരോട് കെഞ്ചുന്നുമുണ്ട്. പോലീസിന്റെ കയ്യിലെ എവിഡൻസ് കൊടുത്തില്ലെങ്കിലും അവർ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ട് ആ എവിഡൻസുകളെല്ലാം അവൾ അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിനെ കാണിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് പോയ ഹീറോയെയാണ് കാണിക്കുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടും നിങ്ങളതൊക്കെ മിസ്സാക്കിയാണ് ചെയ്തതെന്നും
ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി വീക്ക് ആവുമെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഹീറോയിനുമായി ഇന്റിമേറ്റ് ആയിരിക്കാനും ഹീറോ എടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോ അതൊന്നും കേൾക്കാത്ത മട്ടിൽ തന്നെ അയാൾ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അവൻ സൈലന്റായി അവിടെ അങ്ങനെ കിടക്കുന്ന സമയത്ത് അവന് വയ്യാന്നറിയാവുന്ന ഹീറോയിനാവട്ടെ ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി എവിടേക്ക് വരുന്നുണ്ട്. ഹീറോ നിശബ്ദമായി കണ്ണുകൾ അടച്ചിരിക്കുന്ന കണ്ടിട്ട് അവന് മരണമല്ലോ സംഭവിച്ചു കാണുമെന്ന് ഡൗട്ട് തോന്നി അവളാവട്ടെ അവന് ശ്വാസമുണ്ടോന്നറിയാൻ കൈകൾ മൂക്കിനടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഹീറോ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അവനെ തൊടാനായി പോകുന്നുണ്ടെങ്കിലും അവൻ കൈ തട്ടി മാറ്റുന്നുണ്ട്. നിനക്ക് എന്നെ പറ്റി നല്ലപോലെ അറിയത്തില്ല. നിന്നെ പോലെ ശക്തിശാലിയായ ആൾക്കാർക്ക് പോലും സുഖമില്ലാതൊക്കെ ആവുമെന്ന് നിന്നെ കണ്ടപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത്. എന്റെ മുത്തശ്ശിയാവട്ടെ എനിക്ക് മെഡിസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രധാനമായി ആടുകൾക്കും ഒക്കെ എന്ത് അസുഖം വന്നാലും ചികിത്സിച്ച് ഭേദമാക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആവട്ടെ ഒരു സ്റ്റെതസ്കോപ്പ് എടുത്തു വെച്ച് അവനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിറയെ മരുന്നുകളും അവൾ എടുത്തു വെക്കുന്നുണ്ട്. അതൊക്കെ ആവട്ടെ മൃഗങ്ങൾക്കും കന്നുകാലികൾക്കും കൊടുക്കുന്ന മരുന്നുകളായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. നിനക്കെന്താ എന്നെ കണ്ടിട്ട് മൃഗങ്ങളെ പോലെയാണോ തോന്നുന്നത്? ഞാനാണെങ്കിൽ ഒരു ബീസ്റ്റ് സ്നേക്ക് ആണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പാമ്പെന്ന് പറയുന്നത് ഒരു മൃഗം തന്നെയല്ലേ? അപ്പോൾ നീ മൃഗവിഭാഗത്തിൽ പെടുന്നതാണെന്ന് അവൾ തിരിച്ചവനോട് പറയുന്നുണ്ട്. അവന് വേണ്ടി എടുത്തു വെച്ച് മരുന്നുകൾ അവൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ വിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഹീറോ അകത്തേക്ക് കയറി പോകുന്നു. അതിനുശേഷം ഹീറോയിനാവട്ടെ ഒരു ബുക്ക് എടുത്തു വെച്ച് എപ്പോഴാണ് പാമ്പുകൾ ഭക്ഷണം കഴിക്കുന്നതെന്നും ഉറങ്ങുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. അവൾ ഈ ബുക്ക് റെഫർ ചെയ്യാന്ന് കണ്ട് അവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഹീറോനാവട്ടെ അവന് വേണ്ടിയിട്ട് ഫുഡൊക്കെ തയ്യാറാക്കി നൽകുന്നുണ്ട്. അവന് വേണ്ടി എന്തോ സ്പെഷ്യലായി അവൾ തയ്യാറാക്കിയിരിക്കുകയാണെന്ന് കരുതി ഹീറോ ആവട്ടെ അത് തുറന്നു നോക്കുന്നുണ്ട്. എന്നാൽ അതിലാവട്ടെ ജീവനുള്ള എലിക്കുഞ്ഞുങ്ങളായിരുന്നു. എനിക്കറിയാൻ സാധിച്ചത് പാമ്പുകൾക്ക് എലിക്കുഞ്ഞുങ്ങളെ വളരെയധികം ഇഷ്ടമാണെന്നാണ്. ധൈര്യമായി നിങ്ങളിതെല്ലാം കഴിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഹീറോ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. നിനക്ക് എന്നെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഞാനൊരു സാധാരണ പാമ്പല്ല, ഒരു ബീസ്റ്റ് സ്നേക്ക് ആണെന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ നിനക്ക് വേണ്ടി സ്പെഷ്യലായി എലിക്കുഞ്ഞുങ്ങളെ റെഡിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരെണ്ണത്തിനെ എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇതിനപ്പുറം ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അത്രേ ഉള്ളൂ നിന്റെ കാര്യമെന്ന് പറഞ്ഞിട്ട് അവളെ വിരട്ടിയിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം ഹീറോയെ വൈദ്യൻ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അവന്റെ കണ്ടീഷൻ വളരെയധികം മോശമായി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇതിനപ്പുറവും അവളുമായി ഇന്റിമേറ്റ് ആവാൻ അവൻ വൈകിക്കഴിഞ്ഞാൽ അവന്റെ ജീവൻ ആപത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. മനസ്സില്ല മനസ്സോടെ തന്നെ ഹീറോ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അയച്ച് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഹീറോയിനാവട്ടെ എന്താണെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ആവട്ടെ അവളെ വലിച്ചെടുപ്പിച്ചതിനു ശേഷം അവളുടെ കൈകൾ അവന്റെ നെഞ്ചിലേക്ക് വെക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ അയച്ചിട്ട് നിൽക്കുന്നതെന്ന് അവൾ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഉദ്ദേശമൊന്നും മനസ്സിലാവാത്ത അവളാവട്ടെ നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണോ? പാമ്പുകൾക്ക് കോഴിയെ വളരെ ഇഷ്ടമാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായി ഞാൻ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് അവൾ പറയുമ്പോൾ ആരാണ് നിന്നോട് പറഞ്ഞത് പാമ്പുകൾക്ക് ചിക്കൻ വളരെ ഇഷ്ടമാണെന്നുള്ള കാര്യം? അതൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം പോലും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയെ അവൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പാമ്പുകൾക്ക് തനിയെ ഇരിക്കുന്നതാ ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നേന്ന് അവൾ പറഞ്ഞതിന് ശേഷം ഒരു ചിക്കൻ പീസ് അവൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മൃഗത്തെ ചികിത്സിക്കുന്നത് പോലെ എന്നോട് പെരുമാറരുത്, എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ മുഖം തിരിക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് അവള് ഹീറോയെ നോക്കുമ്പോഴാവട്ടെ അവന്റെ കയ്യില് പാമ്പിന്റെ സിമ്പല് അവള് കാണുന്നുണ്ട്. ആ നിങ്ങളുടെ കയ്യിലെ പോലെ തന്നെ എന്റെ കയ്യിൽ ഒരു സിമ്പൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ഹീറോ ആവട്ടെ ഇവിടെ ക്ലൈമറ്റ് വളരെ നല്ലതാണെന്നും കുറച്ചു നേരം വായടച്ചൊന്നും മിണ്ടാതിരിക്കാമോ എന്നും അവളോടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ആകാശത്തെ നോക്കി വളരെ പ്ലെയിൻ ആയിട്ടാണ് ആകാശമുള്ളതെന്നും ഇവിടെ വാൽനക്ഷത്രം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ, നമ്മുടെ ആഗ്രഹമൊക്കെ പറയാമായിരുന്നു എന്നും പറയുന്നു. അവൾക്ക് ഷൂട്ടിംഗ് സ്റ്റാറിനെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ ഉടനടി അവന്റെ പവർ ഉപയോഗിച്ച് അവിടേക്ക് വാൽനക്ഷത്രങ്ങളെ വരുത്തുന്നുണ്ട്. ദേ കണ്ടോ, വാൽനക്ഷത്രമാണ് പോകുന്നത്. എന്നെ പോലെ തന്നെ നിങ്ങളും എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിക്കുക, തീർച്ചയായും അത് നടക്കുമെന്ന് പറയുന്നുണ്ട്. അവൾ അതിനുശേഷം കണ്ണടച്ച് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ മുത്തശ്ശിയുടെ അസുഖങ്ങളെല്ലാം ഭേദമാവണമെന്ന്. അതുമാത്രമല്ല മിസ്റ്റർ സ്നേക്കിന്റെ അസുഖങ്ങളെല്ലാം മാറുകയും ഈ ലോകത്ത് അയാൾ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുകയും വേണമെന്നാണ് അവൾ മനസ്സിൽ വിചാരിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ശത്രുക്കളായിട്ട് പോലും ഇപ്പോൾ അവൾ എന്തുകൊണ്ടാണ് തന്നെ കുറിച്ച് ഇങ്ങനൊരു കാര്യം ആഗ്രഹിച്ചതെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കേൾക്കാൻ ഹീറോയ്ക്ക് സാധിക്കുമായിരുന്നു. അതുപോലെ തന്റെ ആഗ്രഹവും അവൾക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവൾ കേൾക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചത്. കഴിഞ്ഞ ജന്മത്തിലെ ഹീറോയിൻ എങ്ങനെയാണ് ഹീറോയെ ഇഷ്ടപ്പെട്ടതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ഹീറോ ഒരു ഡീമൻ ആയിരുന്നു, ഹീറോയിൻ ഒരു ഡീമൻ ഹണ്ടർ ആയിരുന്നു. അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത്. എന്നാൽ അവനെ കണ്ടപ്പോൾ തന്നെ അവൻ നല്ലൊരു വ്യക്തിയാണെന്നും ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവനല്ല എന്നും അവൾക്ക് മനസ്സിലാവുന്നു. കാരണം മറ്റുള്ള ഡീമൻസ് ആയിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ അവളെ അറ്റാക്ക് ചെയ്തേനെ, അല്ലെങ്കിൽ അവളെ ഉപദ്രവിച്ചിട്ടെങ്കിലും അവിടെ നിന്ന് പോയേനെ. അതൊന്നും ഹീറോ ചെയ്തില്ല. അവളെ കണ്ടിട്ടും യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവിടേക്ക് വേറെയും കുറെ ഡീമൻ ഹണ്ടേഴ്സ് വരുന്നുണ്ട്.
അപകടം മനസ്സിലാക്കി ഹീറോ അവിടെ നിന്ന് മറിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഹീറോയിന്റെ അടുത്ത് അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ ഡീമൻസ് വല്ലതും ഉണ്ടോ എന്ന്. അവളില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയ്ക്ക് അതിശയം തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് അവനെ അവൾ കാണിച്ചു കൊടുക്കാത്തേ എന്ന് ഓർത്തിട്ട്. അവൻ ആ നിമിഷത്തിൽ തന്നെ അവളെ വല്ലാതെ ഇഷ്ടമാവുന്നുണ്ട്. ഹീറോയിനും അവനെ ഇഷ്ടമായിരുന്നെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുകയും ഹീറോയെ അവൾ ആ പെയിന്റിങ്ങിൽ സീൽ ചെയ്യുകയും ചെയ്യുന്നു. എന്തിനായിരിക്കും അവൾ അങ്ങനെ ചെയ്തിട്ട് പോയെന്ന് വിചാരിച്ച ഹീറോ ആവട്ടെ അവളടുത്ത് ചോദിക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നോ എന്ന്. പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നിന്നെ പോലെ തന്നെ വളരെ ഭംഗിയുള്ള ഒരു പാമ്പായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ ഞാൻ നിന്റെ തമാശ കേട്ടിരുന്നു, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുകയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കൊള്ളാം, കഴിഞ്ഞ ജന്മത്തിലെ കാര്യമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ നിനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന്. എന്നാൽ നീ അങ്ങനെ എന്തായാലും പറയാൻ വരണ്ട, കാരണം ആർക്കും അവരുടെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും കാണില്ല എന്ന് തന്നെ അവൾ തറപ്പിച്ച് പറയുന്നുണ്ട്. എനിക്ക് പാസ്റ്റ് ലൈഫ് എന്നോ ഫ്യൂച്ചർ എന്നോ ഒന്നുമില്ല, കാരണം ഞാനൊരു ഏൻഷ്യന്റ് ബീസ്റ്റാണ്. എനിക്ക് മരണമില്ല, ഞാൻ എപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. മരണമില്ലാത്ത തനിക്ക് തൻ്റെ കാര്യങ്ങളെല്ലാം നല്ലവിധം ഓർമ്മയുണ്ടെന്നും അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് അവളാവട്ടെ തൻ്റെ വീട്ടിലൊരു ബുക്ക് ഉണ്ടായിരുന്നു എന്നും അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു കോമഡിയാണെന്ന് വേണമെങ്കിൽ പറയാം. പുരാതന കാലഘട്ടത്തില് ഒരു പാമ്പാവട്ടെ ഒരു ഡീമൻ ഹണ്ടറുമായിട്ട് പ്രണയത്തിലാവുന്നു. ഹണ്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അവളൊരു പ്രശ്നക്കാരിയാണെന്ന്. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ആ പാമ്പിനെ അവള് പിടിച്ചൊരു കുപ്പിക്കകത്ത് അടച്ചു വെച്ചു എന്ന് പറയുന്നു. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ടിട്ട് അവന്റെ കഥ പോലെ തോന്നുന്നുണ്ട്. ഹീറോയും പറയുന്നുണ്ട് ആ പാമ്പ് ഒരു മണ്ടനായിരിക്കുമെന്ന്. ഇതും കൂടി കേട്ടപ്പോൾ അവൾ പറഞ്ഞതൊക്കെ തന്നെയാണെന്ന് തോന്നിയ ഹീറോയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നുകയും അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഹീറോയിനോട്ടെ അവനെ അന്വേഷിച്ച് ഒരു കാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചുറ്റും ഇരുട്ടായിരുന്നു. വല്ലാതെ ഭയന്നു പോയ അവളാവട്ടെ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇനി ഒരിക്കലും ഇങ്ങനെ പറയില്ല, ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ വളരെയധികം പേടി തോന്നി അവൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഹീറോ അവിടേക്ക് വരികയും അവള് ഓടിച്ചെന്നവനെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നു. അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ ചെയ്തത്. അവള് നന്ദി എന്ന് പറയുമ്പോൾ അവൻ അവളുടെ പുറത്ത് ചെറുതായിട്ട് തലോടുന്നുണ്ട്. ഇനിയെങ്കിലും സത്യം പറ, നിങ്ങൾ എന്നെ ലവ് ചെയ്യുന്നില്ലേ എന്ന് അവൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ലവ് ചെയ്യാനോ? ഞാനോ? അങ്ങനെയൊന്നുമില്ല, ഞാനൊരു ബീസ്റ്റാണ്, അങ്ങനെ എത്ര എളുപ്പത്തിലൊന്നും പെണ്ണുങ്ങളുടെ വലയിൽ വീടില്ല എന്നവൻ പറയുന്നു. എങ്കിൽ പിന്നെ ശരി, നിങ്ങൾ എന്നെ പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് വെച്ച് ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഹാർട്ട് ബീറ്റ് ഹൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പ്രണയിക്കുന്നുണ്ട്. ഹീറോനവിടെ അവന്റെ നെഞ്ചിലേക്ക് നിന്ന് ഹാർട്ട് ബീറ്റ് കേൾക്കാനായി നിൽക്കുന്നുണ്ടെങ്കിൽ ഹീറോ അവന്റെ ശ്വാസം വലിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇതെന്താ ഹാർട്ട് ബീറ്റ് കേൾക്കാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അവള് മയങ്ങി താഴേക്ക് വീഴുന്നുണ്ട്. ഹീറോ വല്ലാതെ ഭയന്നു പോകുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കാനായി അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവന്റെ ശക്തി ഉപയോഗിച്ച് വരെ അവളെ എഴുന്നേൽപ്പിക്കാനായി അവൻ നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ഉടനടി തന്നെ എഴുന്നേറ്റിട്ട് ചിരിക്കുന്നുണ്ട്. മയങ്ങി വീണതുപോലെ ഹീറോയിൻ അഭിനയിച്ചതായിരുന്നു. ഹീറോ വളരെയധികം ദേഷ്യത്തിൽ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ചാവണമെന്ന് ഇത്ര ആഗ്രഹമുണ്ടോ, എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ ഓ നിങ്ങൾ എന്നോട് ശരിക്കും ദേഷ്യപ്പെടുകയാണോ? ദേഷ്യപ്പെടാതിരിക്കെന്ന് പറയുമ്പോൾ തന്നെ അവള് വീണ്ടും ബോധരഹിതയാവുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. അവൾ അഭിനയിക്കുകയാണെന്ന് ഹീറോയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ നേരെ വന്ന് അവന്റെ ദേഹത്തേക്കാണ് വീഴുന്നത്. അബദ്ധവശാൽ അവരിരുവരുടെയും ചുണ്ടുകൾ ഈ സമയം കൂട്ടിമുട്ടുകയും രണ്ടുപേർക്കും ഷൈ ആവുകയും ചെയ്യുന്നു. പിന്നീട് അവരിരും വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഹീറോയിന്റെ ഫിയാൻസിയെയും അതുപോലെ തന്നെ അവളുടെ സഹോദരിയും കാണിക്കുന്നുണ്ട്. ഹീറോയിനൊരു പണി കൊടുക്കുക തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഹീറോയിൻ ഫിയാൻസിക്കെതിരെയും അവളുടെ സഹോദരിക്കും എതിരെയുള്ള തെളിവുകൾ ഒരു ബാഗിൽ നിന്നാണ് എടുത്തത്. ആ ബാഗ് ഹീറോയിന്റെ സഹോദരിയുടെ കയ്യിൽ ലഭിക്കുന്നുണ്ട്. ആ ബാഗിൽ ശക്തിയുണ്ടെന്ന് കരുതിയ അവളും അവനും ആവട്ടെ ഒരു റെക്കോർഡർ എടുക്കുന്നു. അതിനുശേഷം ഹീറോയിന് എഗനിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ റെക്കോർഡറിൽ റെക്കോർഡ് ആവണമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ച് ആ റെക്കോർഡർ ആ ബാഗിലേക്ക് ഇടുകയും ചെയ്യുന്നു. ഹീറോ ഇതിനോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തികളൊക്കെ കണ്ടു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവനാവട്ടെ അവർ ആഗ്രഹിച്ച പോലെ ഹീറോയിന് എഗനിസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ആ റെക്കോർഡറിലേക്ക് ഹീറോ മന്ത്രശക്തി ഉപയോഗിച്ച് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അവരിരുവരും സന്തോഷിക്കുന്നുണ്ട്. നാളെ ഹീറോയിനെ ട്രാപ്പ് ചെയ്യാനായി അവരൊരു പ്രസ് കോൺഫറൻസ് മീറ്റും തയ്യാറാക്കുന്നു. പിറ്റേ ദിവസം ഹീറോയിന്റെ സഹോദരിയും ഫിയാൻസിയും കൂടി പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട്. അവിടേക്ക് ഹീറോയും ഹീറോയിനും എത്തുന്നുണ്ട്. ഹീറോയിന്റെ ഫിയാൻസി എല്ലാവരോടുമായി പറയുന്നുണ്ട് ഹീറോയിനും ഒരുപാട് ഫ്രോഡ് വേലകൾ ചെയ്തിട്ടുണ്ടെന്നും അതിനുള്ള എവിഡൻസുകളൊക്കെ തന്റെ വക്കലുണ്ടെന്നും എന്നും പറഞ്ഞ് റെക്കോർഡറിൽ ഉണ്ടായിരുന്ന വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീറോയിന് എഗനിസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് അല്ലായിരുന്നു അത്, മറിച്ച് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരുണ്ടല്ലോ അവരുടെ മെഡിസിന് എക്സ്പയറി കഴിഞ്ഞ മെഡിസിനുമായി മാറ്റിവെക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു എവിഡൻസ് ആയിരുന്നു അത്. ഇതിലെ പ്രധാന കണ്ണിയാവട്ടെ ഹീറോയിന്റെ കമ്പനിയിലെ ഒരു ഡയറക്ടർ ആയിരുന്നു. ഈ ഒരു വീഡിയോ കണ്ട് എവിഡൻസ് പ്ലേ ചെയ്തവരും അതുപോലെ തന്നെ ഡയറക്ടർ ഷോക്ക് ആവുന്നുണ്ട്. ഈ വീഡിയോ എങ്ങനെ ഇവിടെ പ്ലേ ചെയ്യാൻ സാധിച്ചു എന്നോർത്തിട്ട്. മാത്രമല്ല ഡയറക്ടർ മറ്റൊരു കമ്പനിയുമായി കോഓപ്പറേഷനിൽ ഏർപ്പെട്ടിരുന്നു. ആ കമ്പനി നിർമ്മിച്ച ഒരു യൂസ്ഫുൾ അല്ലാത്ത മരുന്ന് വൃദ്ധരായ ജനങ്ങളുടെ ഇടയിൽ പറ്റിച്ച് വിതരണം ചെയ്യണമെന്നായിരുന്നു അടുത്ത കരാറ്. ഈ ഒരു കാഴ്ച കൂടി കണ്ടപ്പോൾ എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. ഉടനടി തന്നെ അവിടെയുള്ള റിപ്പോർട്ടേഴ്സ് എല്ലാം
ആ ഡയറക്ടറിന് ചുറ്റും ചൂടുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ആ ഡയറക്ടർ പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയിൻ അവർ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഈ സിറ്റിക്ക് എത്ര നല്ലൊരു സർവീസാ നിങ്ങൾ ചെയ്തിരിക്കുന്നത്, ഇതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടണമെന്ന് ഹീറോയിൻ പറയുന്നത് കേട്ടപ്പോൾ ഉടനടി തന്നെ ഡയറക്ടർ ആ പയ്യന്റെ കരണത്തടിച്ചിട്ട് ഇതിനൊക്കെ കാരണം ഞാനല്ല, ഇവനാ ഇതൊക്കെ ചെയ്തേ എന്ന് പറയുന്നുണ്ട്. ഉടനടി തന്നെ അവിടെ പോലീസ് എത്തി അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഹീറോ അവിടെ നേരെ ഹീറോയിന്റെ മുത്തശ്ശിയെ കാണാനായിട്ടാണ് പോയത്. കാരണം അവൾ അവളുടെ മുത്തശ്ശി സുഖപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നല്ലോ. ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ പോയത്. അവൻ അവന്റെ ശക്തിയെ മുത്തശ്ശിയുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ട് അവരെ സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നു. കുറച്ചു നേരങ്ങൾക്ക് ശേഷം ഹീറോയിന് മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്ന് പറഞ്ഞ ഒരു കോള് വരുന്നുണ്ട്. അവള് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴാവട്ടെ അവരുടെ വായിൽ നിന്ന് രക്തമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ആവട്ടെ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ നിന്റെ മുത്തശ്ശിക്ക് ഒന്നും വരില്ല, ശാന്തമായിരിക്കുന്ന തന്നെ ഹീറോ പറയുന്നുണ്ട്. മുത്തശ്ശി ആവട്ടെ കുറേയധികം ബ്ലഡും കൂടി വൊമിറ്റ് ചെയ്തതിനു ശേഷം നല്ലപോലെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഹീറോയിന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അന്ന് താൻ തന്റെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചപ്പോൾ തീർച്ചയായും ഹീറോ അത് കേട്ട് കാണുമെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ ആഗ്രഹം അവൻ നിറവേറ്റി തന്നു എന്ന സന്തോഷത്തിൽ തന്നെ അവന്റെ കൈ പിടിച്ച് നന്ദി പറഞ്ഞതിന് ശേഷം എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവൾ അവനെ കിസ് ചെയ്യുന്നു. എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. അതോടൊപ്പം ഹീറോയിന്റെ മുത്തശ്ശി വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ആരെയാണ് ഇവളെ കിസ് ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് അവളുടെ മുത്തശ്ശിയാവട്ടെ നീ ആരാണെന്ന് ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഞാൻ അവളുടെ ഹസ്ബൻഡ് ആണെന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, ഞാൻ എത്ര പെട്ടെന്നൊന്നും എന്റെ കൊച്ചുമകളുടെ ഭർത്താവായി നിന്നെ അംഗീകരിക്കില്ല എന്നവർ പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിന്റെ അടുത്ത് ഇവൻ എന്നെ രക്ഷിച്ചു, അതൊക്കെ സത്യം തന്നെ, പക്ഷെ ഇവനെ കണ്ടിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ തോന്നുന്നില്ല, എനിക്കെന്തോ നല്ല ഭയമാവുന്നു, നീ നല്ലവണ്ണം തന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി ടെൻഷൻ അടിക്കുന്ന പോലെ യാതൊന്നുമില്ല എന്ന് ഹീറോയിൻ പറയുമ്പോൾ ശരി, ഞാൻ നിന്നെ എന്റെ കൊച്ചുമകളുടെ ഭർത്താവായി അംഗീകരിക്കണമെങ്കിൽ എന്റെ ചില ടെസ്റ്റുകളൊക്കെ നീ പാസ്സാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോയ മുത്തശ്ശിയാവട്ടെ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്റെ കൊച്ചുമകളുടെ ഭർത്താവായിരിക്കേണ്ട വ്യക്തി തീർച്ചയായും ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ അറിയേണ്ട ആളായിരിക്കണം, നിനക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോയിൻ അദ്ദേഹത്തിന് ഭക്ഷണമൊന്നും പാകം ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് നന്നായി ഭക്ഷണം പാകം ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞ് ഹീറോ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. ഭക്ഷണം പാകം ചെയ്ത് അവർക്കതെല്ലാം സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്കത് വളരെ ഇഷ്ടപ്പെടുകയും മുഴുവനും ആ മുത്തശ്ശി കഴിച്ചു തീർക്കുകയും ചെയ്യുന്നുണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ പോരാ, എന്റെ കൊച്ചുമോൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അവളെ എന്റർടൈൻമെന്റ് ചെയ്യണം, നിനക്ക് ഡാൻസ് ചെയ്യാൻ അറിയാമോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ തന്നെ ഹീറോ ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. മുത്തശ്ശി അടുത്ത് ചോദിക്കുന്നുണ്ട് ഹീറോയുടെ ഡാൻസ് സാറ്റിസ്ഫൈ ആയിരുന്നോ എന്ന്. ഞാൻ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി, അവൻ വളരെ നല്ല പയ്യൻ തന്നെയാണ്, അവൻ നിന്നെ ട്രൂ ആയി ലവ് ചെയ്യുന്നുണ്ടെന്നും എപ്പോഴാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും മുത്തശ്ശി അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ലീഗലി വിവാഹം ചെയ്ത സർട്ടിഫിക്കറ്റ് മാത്രമല്ലേ അവരുടെ പക്കലുള്ളൂ, അല്ലാതെ റിച്വൽസ് ഒക്കെ നടത്തിക്കൊണ്ട് ഒരു വിവാഹത്തെ പറ്റിയാണ് മുത്തശ്ശി ചോദിച്ചത്. എന്നാൽ ഹീറോയിൻ ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഹീറോ ഒരു ഡീമനല്ലേ, അതുകൊണ്ട് തന്നെ മനുഷ്യ വിവാഹത്തോടൊന്നും അവന് തീരെ ഇഷ്ടം കാണില്ല എന്ന്. എന്നാൽ എങ്ങനെയായാലും കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നാൽ മതിയെന്ന് അവൾ മനസ്സിലോർത്ത് സന്തോഷിക്കുന്നുണ്ട്. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഹീറോയുടെ ഹെൽത്ത് വീണ്ടും മോശമാവുന്നുണ്ട്. അവന്റെ കുടുംബ ഡോക്ടർ വന്ന് അവനെ പരിശോധിക്കുന്നുണ്ട്. 8 തലയുള്ളൊരു സർപ്പ ഡീമൻ ആയിരുന്നല്ലോ അവൻ, ഇതിനോടകം അവന് ബാക്കിയുള്ളത് 5 തലകൾ മാത്രമാണ്. അവന്റെ 3 തലകൾ നശിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ശക്തി പകുതിയായി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇനിയും അവളുമായി ഒന്നാകാൻ വൈകുമെങ്കിൽ തീർച്ചയായും അവന്റെ ജീവനത് ആപത്ത് സംഭവിക്കാമെന്ന് തന്നെ അയാൾ വീണ്ടും അവനെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഹീറോ ആവട്ടെ അവന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് അവരിരുവരുടെയും വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ഉടനടി തന്നെ നടത്താനായി ആവശ്യപ്പെടുന്നുണ്ട്. ഉടനടി തന്നെ കുടുംബ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, നിങ്ങളൊരു ശക്തിശാലിയായ ഡീമൺ സ്നേക്കാണ്, അതുപോലെ ശക്തിശാലിയായ ഒരു ഡീമൺ സ്നേക്കിനെ മാത്രമേ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സാധിക്കൂ. ഇനി അങ്ങനെ വിവാഹം കഴിച്ചാൽ തന്നെ അവന്റെ വംശത്തിലുള്ളവർ അതൊക്കെ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിനെ പറ്റിയൊന്നും യാതൊരു ടെൻഷനുമില്ല. ഉറച്ച മനസ്സോടെ തന്നെ അവൻ ഹീറോയിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറയുന്നുണ്ട്. ഉടനടി തന്നെ അസിസ്റ്റന്റും മറ്റുള്ളവരും വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനും തുടങ്ങുന്നു. ഹീറോയുടെ വംശം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തും അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവളും വളരെ ശക്തിശാലിയായിട്ടുള്ളൊരു പെൺ ഡീമൺ സ്നേക്ക് തന്നെയായിരുന്നു. എല്ലാവരും കരുതിയിരിക്കുന്നത് ഹീറോ അവളെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നാണ്. അവളും അത് തന്നെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. വിവാഹത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കട്ടെ, ഞാനിപ്പോൾ വരാമെന്നും ഹീറോയിനെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ഹീറോയിനെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് പറയാതെയാണ് അവൻ അവിടെ നിന്ന് പോയത്. ഈ സമയത്ത് തന്നെ ശക്തിശാലിയായിട്ടുള്ള പെൺ സ്നേക് ഡീമൻ അവിടേക്ക് വരുന്നുണ്ട്. അവളെ ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഒരു മനുഷ്യ സ്ത്രീയല്ലേ, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ വിട്ട് പുറത്തേക്ക് പോകണമെന്ന് പറയുന്നു. പക്ഷെ ഹീറോ ആണ് അവളെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നേ എന്ന് കേട്ടപ്പോൾ പിന്നീട് അവളെ പുറത്താക്കാനുള്ള ധൈര്യമൊന്നും ആ പെൺകുട്ടിക്ക് ഉണ്ടായില്ല. അപ്പോഴാണ് ഹീറോയിന്റെ കയ്യിൽ സർപ്പത്തിന്റെ ഒരു നെക്ലേസ് ആ ഡീമൻ കാണാനിട വരുന്നത്.
ആ സർപ്പ നെക്ലേസ് ധരിച്ചാണ് ഹീറോയെ അവൾ വിവാഹം ചെയ്യേണ്ടത്. എന്ത് ധൈര്യമുണ്ടായിട്ടാണ് എന്റെ സർപ്പ നെക്ലേസ് നീ എടുത്തതെന്ന് ചോദിച്ച് ആ പെൺകുട്ടി ഹീറോയിനുമായി വഴക്കിനൊരുങ്ങുന്നുണ്ട്. നീ ഹീറോയോടൊപ്പം വന്ന ഒരു സെർവന്റ് മാത്രമാണ്, എന്റെ തിങ്സ് ഒക്കെ തൊടാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്നാ ലഭിച്ചെന്ന് ചോദിക്കുമ്പോൾ നിന്റെ തിങ്സോ, ഇതെങ്ങനെ നിന്റേതാവുമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഹീറോ എന്നെയല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത്, അപ്പോൾ ഇത് എന്റെ തിങ്സ് അല്ലേ എന്ന് ആ ഡീമൻ പറയുന്നുണ്ട്. നിന്റെ തിങ്സോ, ഹീറോ എന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, നീ എന്താ കോമഡി പറയുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഡീമൺസിനേക്ക് ആവട്ടെ ചിരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്, ഞങ്ങളുടെ വിവാഹം നിയമപ്രകാരം നേരത്തെ തന്നെ കഴിഞ്ഞതാണ്, ഞാൻ അദ്ദേഹത്തിന്റെ നിയമാനുസൃതമുള്ള വൈഫാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ആ ഡീമൺസിനേക്കാവട്ടെ നീ തീർത്തും കള്ളം പറയുകയാണ്, ഇത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആളുകളടുത്ത് അവളെ കെട്ടിയിടാനായി ആവശ്യപ്പെടുന്നു. ഹീറോയെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പിന്നീട് സ്നേക്ക് മദർ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. അങ്ങനെ സ്നേക്ക് മദർ ആവാൻ പോകുന്ന പെൺകുട്ടിയോട് എന്തെങ്കിലും മോശകരമായിട്ടുള്ള പ്രവർത്തികൾ ആരെങ്കിലും ചെയ്താൽ അവർക്കുള്ള ശിക്ഷ ഇരു കൈകളും കെട്ടിയിട്ടതിന് ശേഷം ചാട്ടവാളിന് അടിക്കുക എന്നാണ്. ആ ശിക്ഷ ഇവൾക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് തന്നെ ആ ഡീമൺ സ്നേക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെ കെട്ടിയിട്ട് ചാട്ടവാളിന് അടിക്കുന്ന സമയത്ത് തന്നെ ഹീറോ അവിടേക്ക് വരികയും ആ ഡീമനായ സ്നേക്ക് പെൺകുട്ടിയുടെ കഴുത്തിന് ഞെരിച്ച് അവളെ ദൂരേക്ക് തള്ളി എറിയുകയും ചെയ്യുന്നു. വളരെയധികം ശക്തിയിൽ തന്നെയാണ് സ്നേക്ക് ഡീമനായ ആ പെൺകുട്ടിയെ ഹീറോ വലിച്ചെറിയുന്നത്. അവളുടെ വായിൽ നിന്ന് രക്തം വരെ ഊർന്നു പോകുന്നുണ്ടായിരുന്നു. ആവട്ടെ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാനായി എടുക്കുന്ന സമയത്ത് അവളുടെ ദേഹം മുഴുവൻ മുറിഞ്ഞ് രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോ എല്ലാവരോടുമായി ചോദിക്കുന്നുണ്ട്, സ്നേക്ക് മദറിനെ അഫക്ട് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ എന്ന്. ഉടനടി തന്നെ സ്നേക്ക് ഡീമനായ പെൺകുട്ടി പറയുന്നുണ്ട്, 1000 അടി ചാട്ടവാളടിയാണ് ശിക്ഷയെ നൽകുന്നതെന്ന്. ഇത് കേട്ടയുടനെ തന്നെ ഹീറോ പറയുന്നുണ്ട്, ഉടനടി തന്നെ ഈ പെൺകുട്ടിയെ കെട്ടിയിട്ടതിന് ശേഷം ശിക്ഷയായി 1000 തവണ ചാട്ടവാളടി കൊടുക്കണമെന്നും ഇപ്പോഴെന്നല്ല എപ്പോഴായാലും തനിക്കൊരു ജന്മമുണ്ടെങ്കിൽ തനിക്കൊരു ഭാര്യ മാത്രമേ കാണൂ, അത് ഇവളാണെന്ന് ഹീറോയിനെ നോക്കിക്കൊണ്ട് അവൻ പറയുന്നുണ്ട്. ഉടനടി തന്നെ അവന്റെ ശക്തി ഉപയോഗിച്ച് ഹീറോയിന്റെ ശരീരത്തുണ്ടായിരുന്ന മുറിവുകളെല്ലാം അവൻ ഭേദമാക്കിയതിനു ശേഷം അവളുടെ ശരീരത്തിലേക്ക് വിവാഹ വസ്ത്രങ്ങൾ അണിയിച്ചു കൊടുക്കുന്നുണ്ട്. സ്നേക്ക് ഡീമനായ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ അവരിരുവരും വിവാഹ ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും അതിനുശേഷം അറയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ ഹീറോയുടെ കുടുംബ ഡോക്ടർ അവളെ കാണാനായി എത്തുകയും ഹീറോയുടെ പവർ ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അത് പഴയപടിയിലേക്ക് എത്തണമെങ്കിൽ അവനുമായി ഒന്നായിരിക്കണമെന്നും പറയുന്നുണ്ട്. എന്നോട് ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലായിരുന്നു എന്നും എന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവന്റെ ജീവന് ആപത്ത് സംഭവിക്കുമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ എന്നും ഹീറോയിൻ പറയുന്നുണ്ട്. കുടുംബ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച ഹീറോയിൻ ആവട്ടെ അവനെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഹീറോയെ കിസ് ചെയ്യുന്നുണ്ട്. അവളെ പ്രണയിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ പ്രവൃത്തിയിൽ അവൻ ലയിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് അവനും അവളെ കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് തന്നെ അവൾ മരിച്ചു പോകുമോ എന്നുള്ള പേടി അവന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് തന്നെ അവളെ അവിടെ വിട്ടിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായി ദേഷ്യം തോന്നുന്നുണ്ട്. ഹീറോ ആവട്ടെ കുടുംബ വൈദ്യനെ കണ്ടിട്ട് തന്റെ പവർ ഹീറോയിന്റെ ബോഡിയെ അഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആന്റിഡോട്ട് തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആന്റിഡോട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ അവളുമായി ഒന്നായിരിക്കാൻ സാധിക്കൂ എന്ന് ഹീറോ പറയുന്നുണ്ട്. അത്ര എളുപ്പത്തിലൊന്നും ആന്റിഡോട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും തന്നാൽ പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ആന്റിഡോട്ട് നിർമ്മിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് വൈദ്യൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഹീറോ ആവട്ടെ ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളാവട്ടെ ഒരിടത്ത് വളരെയധികം ദേഷ്യത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് അവളുടെ അടുത്ത് അവൻ തിരക്കുന്നുണ്ട്. അതിന് ഹീറോയിൻ, ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് കരുതിയിട്ടാണ് നിന്നോടൊപ്പം ഇരിക്കണമെന്ന് ആശിച്ചത്, പക്ഷെ നീ എന്നെ അവഗണിച്ചു, അത്രത്തോളം നീ എന്നെ വെറുക്കുന്നുണ്ടോ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, നീ എന്റെ സുന്ദരിയായ ഭാര്യയല്ലേ, നിന്നെ എങ്ങനെ വെറുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ എന്റെ പവർ നിന്നെ വേദനിപ്പിക്കുമോ എന്ന ഭയമുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് അടുത്തിടപഴകാത്തേ എന്നും അവൻ പറയുന്നുണ്ട്. നാളെ ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് നീ പോണം, അവിടെ ഒരു ശുദ്ധമായ തടാകമുണ്ട്, അതിൽ നീ കുളിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ശക്തിക്കും നമ്മളെ പിരിക്കാൻ സാധിക്കില്ല, നിനക്ക് മരണവും ഉണ്ടാവില്ല, എപ്പോഴും നീ എന്നോടൊപ്പം തന്നെ കാണുകയും ചെയ്യും, ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ അതിന് ഓക്കെ പറയുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ ഹീറോ പറഞ്ഞ തടാകത്തിലേക്ക് പോയി ഹീറോ കുളിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയുടെ കുടുംബവൈദ്യം വന്ന് ആന്റിഡോട്ടിനുള്ള പ്രിപ്പറേഷനൊക്കെ നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഹീറോയുടെ സഹോദരൻ വരുന്നുണ്ട്. ഹീറോയുടെ സ്ഥാനം കൈക്കലാക്കണമെന്ന് എപ്പോഴും ആശിച്ചവനായിരുന്നു അവൻ. എപ്പം നോക്കിയാലും ലീഡർ പദവിക്ക് വേണ്ടി അവൻ ഹീറോയെ കൊല്ലാനായി ശ്രമിക്കുകയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീറോയ്ക്ക് 5 സർപ്പതലകൾ ഉള്ളതിൽ നിന്ന് 4 എണ്ണമായി ഇപ്പോൾ അത് കുറഞ്ഞിരിക്കുകയും അവന്റെ സഹോദരന് 8 സർപ്പതലകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് അവനുമായി ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുകയില്ല. ഹീറോയിനാവട്ടെ ഹീറോയ്ക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് അവനെ പറ്റിയ അപകടം ഫീൽ ആവുന്നുണ്ട്. അതുമാത്രമല്ല അവളുടെ കയ്യിലുള്ള മാർക്കുണ്ടല്ലോ അത് തിളങ്ങാനും തുടങ്ങിയിരുന്നു. ഇതും കൂടെ ആയപ്പോൾ ഹീറോയ്ക്ക് ആപത്ത് സംഭവിച്ചു എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവളുടെ വൈദ്യരുടെ വോയിസ് അവൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിവിടെ തിരിച്ചെത്തിയാൽ മാത്രമേ ഹീറോയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഉടനടി തന്നെ ഹീറോയിൻ
തിരിച്ചു പോകാനുള്ള വഴിയൊക്കെ മനസ്സിലാക്കി ഹീറോയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഹീറോയിൻ അവിടെ നേരെ ചെന്ന് ഹീറോയെ കിസ് ചെയ്യുന്നുണ്ട്. ഉടനടി തന്നെ അവന്റെ പഴയ പവേഴ്സ് ഒക്കെ അവന് കിട്ടുന്നുണ്ട്. ആ ഒരു പവർ ഉപയോഗിച്ച് തന്നെ അവന്റെ സഹോദരനെ അവൻ നിലത്തേക്ക് അടിച്ചിടുന്നുണ്ട്. ഇനി ഹീറോയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സഹോദരൻ അവിടെ വിട്ടു പോകുന്നുണ്ട്. ഹീറോയിൻ കാരണമാണ് ഹീറോയ്ക്ക് ഈ പവർ ലഭിച്ചതെന്ന് അവന്റെ സഹോദരന് മനസ്സിലാവുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയ ഹീറോയിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രിയായപ്പോഴേക്കും കുടുംബവൈദ്യനെ ആവട്ടെ ആന്റിഡോട്ട് തയ്യാറാക്കി ഹീറോയെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ മരുന്ന് ഹീറോ കൊണ്ടുപോകുന്നതൊക്കെ സ്നേക് ഡീമനായ പെൺകുട്ടി കണ്ടിരുന്നു. എന്നാൽ ഹീറോ മരുന്ന് അവിടെ വെച്ചൊന്ന് മാറിയ ഞൊടിയിൽ തന്നെ സ്നേക് ഡീമനായ പെൺകുട്ടി ഹീറോയിനെ കൊല്ലാണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ആ മരുന്നുകൾ മാറ്റിവെക്കുന്നു. പിന്നീട് ഹീറോ ആവട്ടെ ഹീറോയിന്റെ മുറിയിലേക്ക് പോയി അവളെ കിസ് ചെയ്യുന്നുണ്ട്. അന്നത്തെ ദിവസം സന്തോഷകരമായി അവർ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും ഹീറോയ്ക്ക് അത്യാവശ്യമായ ഒരു കോള് വരികയും അവിടെ നിന്ന് കുറച്ചു സമയത്തേക്ക് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ സ്നേക് ഡീമനായ പെൺകുട്ടി അവളെ വിളിച്ചിട്ട് നീ ഉടനടി തന്നെ മരിക്കാൻ പോവുകയാണെന്നും നിന്റെ കയ്യിലുള്ള ആ ഒരു മാർക്കിന്റെ അർത്ഥം നിനക്ക് എന്താണെന്ന് അറിയാമോ എന്നും ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം എന്തെന്ന് വെച്ചാൽ അവന്റെ പാതി ജീവൻ നിന്റെ പക്കലാണ്, പാതി പവറും നിന്റെ പക്കലാണ്. അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നീ അവനുമായി ഒന്നായിരുന്നാൽ മാത്രമേ സാധിക്കൂ. ഇനി അവനുമായി ഒന്നായിരിക്കാൻ നീ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നീ മരിച്ചു പോകുമെന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ അതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ അവൾ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ പറയുന്നത് സത്യമാണ്, നിനക്ക് വേണ്ടി കല്ലറ വരെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കല്ലറയുടെ ഫോട്ടോയും അവൾക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് കണ്ടപ്പോൾ അവൾ ഭയപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ഹീറോ തിരിച്ചെത്തിയ ഉടനെ തന്നെ നീ എന്നോട് കള്ളം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് ആലോചിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അന്ന് കാട്ടിൽ വെച്ച് അവനോട് നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നല്ലോ. അപ്പോൾ അവനും പറഞ്ഞായിരുന്നല്ലോ അങ്ങനെയൊന്നുമില്ല, ഞാൻ ബീച്ച് ടെക്കിംഗ് ആണ്, ഒരിക്കലും പെൺകുട്ടികളുടെ വലയിലൊന്നും വീഴില്ല എന്ന്. ആ ഒരു ടൈമിൽ ഹീറോ അവളെ ലവ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ കള്ളമല്ലേ പറഞ്ഞത്, അവളെ ഇഷ്ടമൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു കാര്യത്തെ പറ്റിയാണ് ഹീറോയിൻ ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവനാവട്ടെ ഞാൻ കള്ളം പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ കരയാൻ തുടങ്ങുന്നുണ്ട്. അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവൾ അതിനെ എതിർത്തൊരു വാക്ക് പോലും പറയുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് തന്നോട് കള്ളം പറഞ്ഞെന്ന് ചോദിച്ച് അവൾ ഒരു വാക്ക് പോലും അവനോട് ചോദിക്കുന്നുമില്ല. അന്നൊരു രാത്രി അവരൊരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോ അവളടുത്ത് സംസാരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അവളുടെ മുഖം പിടിച്ച് അവന്റെ അടുത്തേക്ക് തിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ വായിൽ നിന്ന് ഈ സമയം രക്തമൊഴുകുന്നത് അവൻ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ ബോധരഹിതയായി അവൾ വീഴുകയും ചെയ്യുന്നു. ഹീറോ ഇത് കണ്ട് വല്ലാതെ ഭയന്നു പോകുന്നുണ്ട്. അവന്റെ ശക്തി കൊടുത്ത് അവളെ എഴുന്നേൽപ്പിക്കാനായി അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുടുംബ വൈദ്യര് വന്ന് നോക്കിയിട്ട് ആന്റിഡോട്ട് ആരോ മാറ്റിവെച്ചതാണെന്ന് വൈദ്യന് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല സ്നേക് ഡീമനായ പെൺകുട്ടിയാണ് ഇതിന്റെ പിന്നിലെന്നും അവർ കണ്ടെത്തുന്നു. വൈദ്യനോട് എങ്ങനെയും അവളെ രക്ഷിക്കണമെന്ന് ഹീറോ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും തന്നെ കൊണ്ട് അതിനി അസാധ്യമാണെന്ന് അയാൾ പറയുന്നു. ഹീറോ അവന്റെ സർവ്വശക്തിയും എടുത്ത് അവളെ ഉണർത്താനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഹീറോയുടെ വായിൽ നിന്നും രക്തമൊഴുകുകയും അവനും ബോധരഹിതനായി അവളുടെ അടുത്തേക്ക് വീഴുകയും ചെയ്യുന്നു. സ്നേക് ഡീമനായ പെൺകുട്ടിയെ ഹീറോയുടെ ആൾക്കാർ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവളാവട്ടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അവള് മരിച്ചു പോയില്ലേ, നിനക്ക് സന്തോഷമായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇത് കേട്ട് വളരെയധികം ദേഷ്യം വന്ന ഹീറോ ആവട്ടെ ജീവിതകാലം മുഴുവൻ അവള് ജയിലിൽ കിടക്കട്ടെ എന്നും പുറം ലോകം കാണരുതെന്നും പറഞ്ഞ് അവളെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടു പോവാനായി സേവകരോട് ആജ്ഞാപിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഹീറോയിനെ ഓർത്ത് ഒരുപാട് കരയുന്നുണ്ട്. ഈ സമയം അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ മാർക്ക് പതിയെ പതിയെ മാഞ്ഞു പോകുന്നു. സോ അവന്റെ പാതി ജീവനും പവറും അവനിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഹീറോയിന് എന്ത് പറ്റിയെന്ന് കാണിക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന അവളുടെ ഫോട്ടോ പതിയെ പതിയെ മറഞ്ഞു പോകുന്നുണ്ട്. ഇത് വെച്ച് നോക്കിയാൽ ഹീറോയിൻ മരിച്ചുപോയി എന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോ ഒരുപാട് കരയുന്നുണ്ട്. പിന്നീട് ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഹീറോയിൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹീറോയുടെ സഹോദരനും അവിടെ ഉണ്ട്. അവൾക്ക് എന്തോ പോയിസൺ കൊടുത്ത് അവൻ ബോധം കെടുത്തിയിരിക്കുകയാണ്. ഹീറോയിന്റെ ഉള്ളില് പൂർവ്വജന്മത്തിലെ കാര്യങ്ങള് അവളുടെ ഉള്ളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പോയിസൺ അവൻ നൽകിയിരുന്നു. അവളൊരു ഹണ്ടർ ആയിരുന്നെന്നും ഡീമൻ ഹണ്ടർ ആയിരുന്നു എന്നുള്ള കാര്യം മാത്രം അവൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. ബാക്കിയൊന്നും അവൾക്ക് ഓർമ്മയില്ല. ഹീറോയിനെ അവൻ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് ഹീറോയെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഹീറോ അവിടെ അവളെ കണ്ട ഉടനെ തന്നെ വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. അവളെ കൊല്ലാനായി വന്നയാണെന്നൊന്നും അവൻ അറിയില്ലായിരുന്നു. നീ എവിടെ പോയിരിക്കുകയായിരുന്നു, നീ മരിച്ചു പോയെന്നും പറഞ്ഞ് ഞാൻ എത്രത്തോളം വിഷമിച്ചു എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് കരയുന്നുണ്ട്. ഈ സമയത്ത് അവളാവട്ടെ അവനെ കത്തി കൊണ്ട് കുത്തുന്നു. ആ കത്തിയാവട്ടെ അവന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്നുണ്ട്. 7 പ്രാവശ്യം കുത്തിക്കഴിഞ്ഞാൽ അവൻ തീർച്ചയായും മരണപ്പെട്ടു പോകും. അവൾ ഇപ്പോൾ തന്നെ 3 പ്രാവശ്യം അവനെ കുത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷെ അവൻ ഒരിക്കൽ പോലും അവളെ ഹർട്ട് ചെയ്തില്ല. ഈ സമയത്താണ് ഹീറോയുടെ അസിസ്റ്റന്റ് നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഈ ചെറിയ വാക്കുകൾ കൊണ്ട് തന്നെ കുറച്ചു നേരത്തേക്ക് അവൾ സ്വബോധത്തിലേക്ക് വരികയും ഹീറോയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ യഥാർത്ഥ പേര് വിളിച്ച് മയങ്ങി വീഴുകയും ചെയ്യുന്നു. ഹീറോ ആവട്ടെ അവളെ ചേർത്ത് പിടിച്ച് ഭയങ്കരമായി കരയാൻ തുടങ്ങുന്നുണ്ട്. അതിനുശേഷം അവളെ കൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തുകയും ചെയ്യുന്നു. അവളെ ഭേദമാക്കാനുള്ള വഴിയൊക്കെ വൈദ്യനോട് ഹീറോ ചോദിക്കുന്നുണ്ടെങ്കിലും എപ്പോഴവൾക്ക് ഓർമ്മകൾ വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് അറിയുകയില്ല എന്നും ഹീറോ അവളുടെ കൈകാൽ തന്നെ മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അവൾക്ക് ഓർമ്മകൾ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നും വൈദ്യൻ പറയുന്നുണ്ട്. ഇത് കേട്ട് അവന്റെ കുട്ടിപ്പാമ്പ് അവനോട് പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. സപ്പോസ് നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ അത് ഹീറോയിന് തീർത്തും താങ്ങാനാവില്ല. ഈ ഒരു കാര്യം ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും വഴിയിലൂടെ അവളുടെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ നോക്കുന്നതന്നെ ആ കുട്ടിപ്പാമ്പ് അവനോട് പറയുന്നു.
പിന്നീട് ഹീറോയുടെ സഹോദരനെ കാണിക്കുന്നുണ്ട്. ഹീറോയിൻ അവന്റെ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് അവൻ പോയിസൺ കൊടുത്തായിരുന്നല്ലോ, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഹീറോയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവള് അന്നത്തെ കാലത്ത് ഒരു ആയുധം തയ്യാറാക്കി വെച്ചിരുന്നു. സ്വബോധത്തിലല്ലായിരുന്ന സമയത്ത് അവൾ അതെടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ ആയുധം കണ്ട് അവൻ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് ഹീറോയും ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിന്റെ ഓർമ്മകൾ വീണ്ടെടുക്കാനായി അവൻ പലതും ചെയ്യുന്നുണ്ട്. പണ്ട് സ്റ്റെറസ്കോപ്പ് വെച്ച് അവനെ ചെക്ക് ചെയ്തതുപോലെ തന്നെ ഇപ്പോഴും അവൻ അതേപടി ചെയ്തു നോക്കുന്നുണ്ട്. ഞൊടി നേരം കൊണ്ട് അവൾക്ക് ആ ഓർമ്മ തിരിച്ചു വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ ബോധരഹിതയായി വീഴുകയും ചെയ്യുന്നു. ഒരു ദിവസം ഹീറോ വീട്ടിലില്ലായിരുന്ന സമയത്ത് അവൾ വെള്ളം കുടിക്കാനായി ഗ്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് കൈ തട്ടിയത് നിലത്തേക്ക് വീഴുകയും നിലത്ത് കിടക്കുന്ന കുപ്പിച്ചില്ലുകൾ അവളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൽ തട്ടി അവളുടെ കൈ മുറിഞ്ഞ് അതിൽ നിന്ന് ബ്ലഡ് വരികയും ചെയ്യുന്നു. ആ ബ്ലഡ് കണ്ട ഉടനെ തന്നെ അവൾ സ്വബോധത്തിലേക്ക് വരുന്നുണ്ട്. അവളുടെ കഴുത്തിലുള്ള ഒരു പെൻഡന്റും പ്രകാശിക്കുന്നുണ്ട്. അവൾക്ക് എല്ലാ കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നു പോകുകയും അവൾ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയി അവൾ ഹീറോയെ കാണാനായി പോകുന്നുണ്ട്. ഹീറോ ഒരു കാട്ടിനുള്ളിൽ തനിച്ചിരിക്കുകയായിരുന്നു. തനിക്ക് എല്ലാ ഓർമ്മകളും തിരികെ കിട്ടിയെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. അവളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ തന്നെ അവൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നിട്ടുണ്ടെന്ന് അവന് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഈ ജന്മത്തിലെ കാര്യം മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾക്കിടയിൽ നടന്ന എല്ലാ കാര്യങ്ങളും തനിക്ക് നന്നായി ഓർമ്മയുണ്ടെന്ന് അവൾ പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹീറോയെ പെയിന്റിങ്ങിനുള്ളിൽ അടച്ചു വെക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഹീറോയിൻ ഒരു ഡീമൺ ഹണ്ടർ തന്നെയായിരുന്നു. അവള് ഹീറോയെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടേക്ക് വന്നത്. പക്ഷെ അവൻ നല്ലൊരു പയ്യനാണെന്ന് മനസ്സിലാക്കിയ അവള് മറ്റുള്ള ഡീമൺ ഹണ്ടേഴ്സിൽ നിന്നും അവനെ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ ഹണ്ടറിനാവട്ടെ ഹീറോയെ അവളെ രക്ഷിച്ചു വിട്ടു എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഒരു ഹണ്ടറായിട്ട് പോലും ഒരു ഡീമിനെ പ്രൊട്ടക്ട് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ച് അവരെല്ലാവരും കൂടി അവളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഹീറോയുടെ മേലിൽ അവൾക്ക് പ്രണയമുള്ളത് കൊണ്ടാണ് പല പ്രാവശ്യവും അവനെ രക്ഷിച്ചെന്ന് പറഞ്ഞ് അവളെ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഹീറോയെ കൊല്ലാതെ എന്തായാലും വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഡീമൺ ഹണ്ടർ അവിടെ നിന്ന് പോകുന്നത്. ഡീമൺ ഹണ്ടർ ഒഴികെ മറ്റാരോ ഹീറോയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ അവള് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെയിന്റിങ്ങിനുള്ളിൽ അവനെ സീൽ ചെയ്തത്. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ പെയിന്റിങ്ങിനുള്ളിൽ അവനെ അടച്ചു വെച്ചേ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയ്ക്ക് വളരെയധികം സന്തോഷമാവുകയും അവളെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ഹീറോയുടെ സഹോദരൻ അവിടേക്ക് വരികയും ഹീറോയുടെ ആളുകളെ എല്ലാം ശക്തി ഉപയോഗിച്ച് തട്ടിത്തെറിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. എന്നാൽ ആ ശക്തി ഹീറോയിനെ മുറിവേൽപ്പിക്കാതിരിക്കാനായി ഹീറോ അവളെ പ്രൊട്ടക്ട് ചെയ്യാനായി മുമ്പിലേക്ക് കയറി നിൽക്കുകയും ഹീറോ വളരെ പവർഫുൾ ആയി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ശക്തി തിരിച്ചവന്റെ സഹോദരനെ തന്നെയാണ് ഏൽക്കുന്നത്. അവൻ രക്തം തുപ്പുകയും ചെയ്യുന്നു. അവന്റെ സഹോദരനെ ആവട്ടെ ഹീറോയിൻ കൊടുത്തിരുന്ന ആയുധവും എടുത്തുകൊണ്ടാണ് അവിടേക്ക് വന്നത്. അതൊരു കത്തിയായിരുന്നു. ഹീറോയെ കൊല്ലാനായി അവൻ ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഉടനടി തന്നെ നിലത്തൊരു ചക്രം രൂപപ്പെടുകയും ഒരു കത്തി ഒരുപാട് കത്തികളായി മാറി ആക്രമിക്കാനും തുടങ്ങുന്നു. പക്ഷെ ഹീറോയെയല്ല, ഹീറോയുടെ സഹോദരനെ തന്നെ. ഇപ്പോഴാണ് ഹീറോയുടെ സഹോദരന് ഒരു കാര്യം മനസ്സിലാവുന്നത്. മുജ്ജമ്മത്തിൽ ഹീറോയിനാവട്ടെ ഹീറോയെ കൊല്ലാൻ ശ്രമിക്കുന്ന എതിരാളിയെ കണ്ടെത്തുകയും അവനെതിരായിട്ടാണ് ഈ ഒരു വാള് തയ്യാറാക്കുകയും ചെയ്തിരുന്നത്. മനഃപൂർവ്വമാണ് ഹീറോയിൻ ആ വാൾ അവന്റെ കയ്യിൽ എടുത്തു കൊടുത്തത്. ആ വാള് കൊണ്ട് തന്നെ അവൻ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ ഹീറോയുടെ സഹോദരൻ അവിടെ നിന്ന് മാഞ്ഞു പോവുകയും ഹീറോ നിലത്തേക്ക് ഒരു വൈറ്റ് കളർ സ്നേക്കായി മാറുകയും ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യാൻ ഒരുപാട് പവർ ഉപയോഗിച്ചതുകൊണ്ടാണ് അവനൊരു പാമ്പായി മാറിയിരിക്കുന്നത്. കുറേശ്ശെ അവന് ശക്തി ലഭിക്കുകയുള്ളൂ. അതുവരെ അവൻ സ്നേക്കായി തന്നെ തുടരണം. ഹീറോയിനാവട്ടെ നിങ്ങളിപ്പോൾ വളരെ ക്യൂട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. പാമ്പായി മാറിയ ഹീറോയും കൊണ്ട് അവള് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അവള് പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. ഹീറോയ്ക്ക് ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ അവൾ ഈ വിവരത്തെ പറ്റി അവനോട് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോ മനുഷ്യരൂപത്തിലേക്ക് എത്തുന്നുണ്ട്. ഒരു ദിവസം 2 പ്രാവശ്യം മാത്രമേ അവന് മനുഷ്യരൂപത്തിലേക്ക് എത്താൻ സാധിക്കൂ. പിന്നീട് ഹീറോ അവിടെ ഹീറോയിനുമായി റൊമാൻസ് ചെയ്യുന്നിടത്ത് നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിലെ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് അനന്യ, ഷർബീന, അനശ്വര, ഷഫ, മെറിൻ, മാർവ, ഷഹാല, ഇസ, അവന്തിക, ഷസ, ഹിബ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഡ്രാമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.